നിയമസഭാ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴ ബീച്ചിൻ്റെ ജനസഭയിൽ നിന്നാണ് പ്രേക്ഷകർ ഒട്ടേറെ വിഷയങ്ങളിൽ ഇന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ്. ആലപ്പുഴ ജില്ലയിലേക്ക് നവകേരള സദസ്സ് കടന്നു കഴിയുമ്പോൾ ആൾക്കൂട്ടം ദുർബലമാകുന്നുണ്ടോ എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, മുഖ്യമന്ത്രി പതിവായി വേദിയിൽ ഉന്നയിക്കുന്നത് പോലെ UDF-ഉം BJP-യും തമ്മിൽ പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റ് ധാരണ കേരളത്തിനെതിരെ പുലർത്തുന്നുണ്ടോ? കേന്ദ്രത്തിനെതിരെ എന്തുകൊണ്ടാണ് UDF സംസാരിക്കാത്തത്? കേന്ദ്രത്തിനെതിരെ കേരളത്തിന്റെ വിഹിതം ആവശ്യപ്പെടാൻ UDF MP-മാർ ഭയക്കുന്നത് എന്തിന്? കേരള വിരുദ്ധ മനസ്സാണ് ചിലർക്ക് എന്ന് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് ആരെക്കുറിച്ചാണ്? അതേസമയം പള്ളിക്കൂടത്തിന്റെ മതിൽ പൊളിച്ചതടക്കമുള്ള വിഷയങ്ങളിൽ ഹൈക്കോടതിയുടെ ചോദ്യമുനയിലായിരുന്നു ഇന്ന് സർക്കാർ. ചോദ്യം ഇതാണ്, കേരള വിരുദ്ധ മനസ്സ് ആർക്ക്? ചർച്ചയിൽ എനിക്കൊപ്പം അതിഥികളായി CPM-ൽ നിന്നും R രാഹുൽ, RSP-യിൽ നിന്നും R ഉണ്ണികൃഷ്ണൻ, UDF-നെ പ്രതിനിധീകരിച്ച് BJP-യിൽ നിന്നും K സോമൻ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. ഒപ്പം ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് PR പ്രവീണയും മുബഷീറും കൂടി ചേരുന്നുണ്ട്. അല്പസമയത്തിനകം അർജുൻ മട്ടന്നൂരിനെയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആദ്യ ചോദ്യം, കേരള വിരുദ്ധ മനസ്സ് ആർക്ക് എന്നുള്ളതാണ്. ഡയറക്റ്റായ ചോദ്യം പോകുന്നതിലേക്ക് മുമ്പ് ഇന്ന് കണ്ട കാഴ്ചകളെക്കുറിച്ചുള്ള റിപ്പോർട്ടേഴ്സിന്റെ അവലോകനത്തിൽ നമ്മൾ തുടങ്ങുന്നു. PR പ്രവീണ, എവിടെ PR പ്രവീണ ഇന്ന് പോയത്? പ്രതിപക്ഷ MLA-യുടെ മണ്ഡലം. ആൾക്കൂട്ടം എങ്ങനെയായിരുന്നു? ആൾക്കൂട്ടം മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ കുറവായിരുന്നു, കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. മാത്രമല്ല, ഈ സദസ്സിൽ ഇന്ന് മുഖ്യമന്ത്രി പ്രധാനമായും പ്രതിപക്ഷത്തെ വിമർശിക്കാനോ ഗവർണറെ അറ്റാക്ക് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. പകരം റബ്ബർ കർഷകരുടെ പ്രശ്നം, എന്തുകൊണ്ട് റബ്ബർ കർഷകരുടെ താങ്ങുവില 250-ലേക്ക് എത്തിക്കാൻ സർക്കാരിന് പറ്റിയില്ല എന്നുള്ളതിന്റെ സർക്കാരിന്റെ വിശദീകരണം പറയുന്നു. ടയർ കമ്പനി സംസ്ഥാന സർക്കാർ രൂപീകരിക്കുമെന്നുള്ള വാഗ്ദാനം തുടങ്ങുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ള ഉറപ്പ്, ഒപ്പം IT വ്യവസായത്തിൽ യുവാക്കൾ കൂടുതൽ വരുന്നു, സ്റ്റാർട്ടപ്പുകൾ വരുന്നു എന്നുള്ള ഉറപ്പ്, കൂടുതൽ വ്യവസായങ്ങൾ, മുൻപ് ഇവിടെ വ്യവസായങ്ങൾ വന്നിരുന്നു, പക്ഷെ അതൊക്കെ തിരിച്ചുപോയ അവസ്ഥയായിരുന്നു. അതല്ല, ഇപ്പോൾ യുവജനങ്ങളെ കൂടി മുന്നിൽ കണ്ട് വ്യവസായങ്ങൾ വരുന്നു എന്നുള്ള സർക്കാരിൻ്റെ നയം. ഇങ്ങനെ സർക്കാരിൻ്റെ നയങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്തൊക്കെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നു, അതിൽ എന്തുകൊണ്ട് നടപ്പാക്കാൻ പറ്റിയില്ല, ഇത്തരം കാര്യങ്ങളിലാണ് പ്രധാനമായും ഊന്നൽ കൊടുത്തത്. രാഷ്ട്രീയ ചർച്ചകൾക്കോ അതിനപ്പുറം വിമർശനങ്ങൾക്കോ വേദിയാക്കിയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് വരുമ്പോൾ പതിവ് കാണുന്ന കരിങ്കൊടി പ്രതിഷേധങ്ങളില്ല. കരിങ്കൊടി പ്രതിഷേധങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആലപ്പുഴ മണ്ഡലത്തിൽ ആലപ്പുഴ തുടങ്ങിയിട്ടുണ്ട്. കോട്ടയത്ത് ഉണ്ടായിരുന്നില്ല, പക്ഷെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കരുതൽ തടങ്കലിലും വെച്ചിട്ടുണ്ട് അല്ലേ? ശരി. മുബഷീർ ഇന്ന് പോയത് വൈക്കത്താണ്. വൈക്കം CPI-യുടെ മണ്ഡലമാണ്. ആശയാണ് അവിടുത്തെ MLA. വൈക്കത്ത് എങ്ങനെയായിരുന്നു? ഒരു വലിയ ആൾക്കൂട്ടം അവിടെ പ്രത്യക്ഷപ്പെടേണ്ടതാണ്. അതെ, കൂട്ടത്തെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത്രത്തോളം നേരത്തെ പ്രവീണ പറഞ്ഞതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി മറ്റു മണ്ഡലങ്ങളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആൾക്കൂട്ടം കുറവായിരുന്നു, പങ്കാളിത്തം കുറവായിരുന്നു. മുഖ്യമന്ത്രി സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞതുപോലെയുള്ള പ്രസംഗം തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ജനദ്രോഹ നയങ്ങൾക്കെതിരെ തുടർച്ചയായി സംസ്ഥാന സർക്കാർ നിരന്തരം വിമർശനം ഉന്നയിച്ചിട്ടും UDF ഒരക്ഷരം മിണ്ടുന്നില്ല. UDF BJP-യോടൊപ്പം നിൽക്കുന്നു. BJP-ക്ക് ഒരു നീരസമുണ്ടാക്കുന്ന രീതിയിലാണ് UDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ വിമർശനമൊക്കെ തന്നെ മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്കറിയാം 10ാമത്തെ ജില്ലയാണ് നവകേരള സദസ്സിന്റെ പര്യടനം ഇന്ന് കടക്കുന്നത്. സ്വാഭാവികമായും വടക്കൻ ജില്ലകളിൽ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ സ്വീകരിച്ചിരുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. ന്യൂനപക്ഷ വിഷയങ്ങളിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെ അദ്ദേഹം അഭിപ്രായം പറഞ്ഞ് മധ്യകേരളത്തിലെത്തുന്ന സമയത്ത് ഗവർണർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. വികസന കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമായും ഇത്തരത്തിൽ കോട്ടയം ജില്ലയിലേക്ക് ഉൾപ്പെടെ പ്രവേശിച്ച സമയത്ത് വിഷയാധിഷ്ഠിതമായി ചില വിഷയങ്ങൾ കടന്നു വന്നു. അതായത് റബ്ബർ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയം കടന്നു വരുന്നു. അതോടൊപ്പം തന്നെ VN വാസവൻ അദ്ദേഹം ആദ്യ പരിപാടിയിൽ വെച്ച് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് പോപ്പ് വന്ന കോട്ടയത്തെ സ്ഥലം പിന്നീട് പോപ്പ് മൈതാനം എന്നറിയപ്പെട്ട പോലെ കോട്ടയം ജില്ലയിൽ പിണറായി വിജയന്റെ പാദസ്പർശമേറ്റ രീതിയിലുള്ള കാര്യം പറഞ്ഞു. സ്വാഭാവികമായും അത്തരം വിഷയങ്ങൾ കേരള പോപ്പൊന്നും വിളിച്ചില്ലെന്നേ ഉള്ളൂ. അതെ, അത്തരത്തിലുള്ള ഒരു എക്സാജറേഷൻസ് മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിയെ കുറിച്ചുണ്ടായിരുന്നു. സ്വാഭാവികമായും അത്തരത്തിൽ സാമുദായിക വിഷയങ്ങൾ, ന്യൂനപക്ഷ വിഷയങ്ങൾ പ്രധാനമായും കോട്ടയം ജില്ലയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇത്തരം റബ്ബർ കർഷകരുടെ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പങ്കാളിത്തം, അതായത് നമ്മൾ പൈവിളിക മുതൽ മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ മണ്ഡലം അറിഞ്ഞു തന്നെയാണ് സംസാരിക്കുന്നത്, പക്ഷേ മണ്ഡലത്തിന്റെ രാഷ്ട്രീയം അറിഞ്ഞുകൂടി സംസാരിക്കുന്നു. അതെ, അതുണ്ട്. അതിനിടയിൽ പ്രത്യേകം പറയേണ്ടത്, നമുക്കറിയാം തോമസ് ചാഴിക്കാടൻ MP അദ്ദേഹം തിരുത്താനും അതിനിടയിൽ അത്തരം ഒരു വേദിയും അവിടെ ഉണ്ടായി. ഇന്നലത്തെ അതിന്റെ തുടർ പ്രതികരണങ്ങൾ ഇന്ന് വരുന്നു. ഇന്ന് UDF-ന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. തോമസ് ചാഴിക്കാടൻ ഈ കേരള കോൺഗ്രസിനെ അപമാനിച്ച മുഖ്യമന്ത്രി
മാപ്പ് പറയണമെന്നാണ് UDF പറഞ്ഞത്. അതെ, പ്രതിപക്ഷ നേതാവ് അതൊരു ആയുധമാക്കി ഏറ്റെടുത്ത് സംസാരിക്കുന്ന രീതിയിലേക്ക് ഇത്തരം കാര്യം. പക്ഷേ പിന്നീട് പ്രസംഗങ്ങളൊന്നും തന്നെ അതൊരു ചർച്ചാ വിഷയമാക്കിയിട്ടില്ല. മന്ത്രിമാരാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഇതിപ്പോൾ നമ്മൾ അവരത് ഒഴിച്ചുവിടുകയാണ് ചെയ്തത്. അതെ, അതൊരു വിഷയമാക്കിയില്ല. മാത്രമല്ല ഇപ്പോൾ പ്രതിപക്ഷം വളരെ രൂക്ഷമായി ഉയർത്തുന്ന വിഷയം ശബരിമല, അതൊന്നും തന്നെ പ്രസംഗങ്ങളിൽ ഒരിടത്തും മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ്. വാർത്താ സമ്മേളനങ്ങൾ വളരെ കൃത്യമായ ഒരു വിഷയത്തിൽ നിലപാട് പറയുന്നുണ്ട്. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരെടുത്ത് തന്നെ വിമർശിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയം കാലങ്ങളായി സംസ്ഥാന സർക്കാർ ഉയർത്തിക്കാണിക്കുന്നുണ്ട്. UDF ഇതിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല. അതായത് ഇന്നത്തെ പ്രസംഗത്തിന്റെ ഹൈലൈറ്റ് റബ്ബർ വിലയുണ്ട്, ഒപ്പം തന്നെ കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിഷേധമുണ്ട്. UDF കേന്ദ്രത്തിനെതിരെ മൗനം പാലിക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെന്റ് ചേരുന്നതിന് തൊട്ടു മുൻപായി 18ഓളം UDFന്റെ MPമാരോട് കേന്ദ്ര ധനമന്ത്രിക്ക് നൽകേണ്ട നിവേദനത്തിൽ ഒപ്പിടാമോ എന്ന് ചോദിച്ചിരുന്നു. അവസാന ഘട്ടത്തിൽ അവരതിൽ നിന്ന് പിന്മാറി. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമീപനം UDF സ്വീകരിക്കുന്നതെന്ന ചോദ്യവും മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, താങ്കൾ RSPയിൽ നിന്നുള്ള അംഗമാണ്, UDFന്റെ ഒരു പ്രതിനിധിയാണ്. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. RSP പോലെ ഒരു വിപ്ലവ പാർട്ടിക്ക്, അല്ലെങ്കിൽ വിപ്ലവം പേരിൽ സൂക്ഷിക്കുന്ന ഒരു പാർട്ടിക്ക് ഈ ജനസദസ്സിനെ ഒരു വിപ്ലവ പ്രസ്ഥാനമായിട്ട് കാണാൻ എന്താ ബുദ്ധിമുട്ട്? ജനസദസ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു തട്ടിപ്പാണ് എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുക. RSPക്ക് എന്നല്ല, കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിലെ ജനാധിപത്യ വിശ്വാസിക്കും ഈ ജനസദസ്സിനെ വിശ്വാസത്തിലെടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ആ തട്ടിപ്പിലാണോ ഇത്രയും വലിയ ആൾക്കൂട്ടം? ആൾക്കൂട്ടം എന്ന് പറയുന്നത് കൊണ്ടുവരുന്ന ആൾക്കൂട്ടമാണ്. ആൾക്കൂട്ടം സ്വമേധയാ ഒഴുകി വരുന്ന കടുത്തുരുത്തി മോൻസ് ജോസഫിന്റെ MLA മണ്ഡലത്തിൽ ഇത്രയും പേരെ എങ്ങനെ കൊണ്ടുവരും സർ? ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അരുൺ അറിയാമല്ലോ ഇതെന്താ സംഭവിക്കുന്നത്. അയൽക്കൂട്ടം, നമ്മൾ വാട്സാപ്പിലുള്ള മെസ്സേജ് എല്ലാം കാണുന്നതല്ലേ. ഇത് ആരെങ്കിലും ജനക്കൂട്ടം മുഖ്യമന്ത്രി വരുന്നു എന്നറിഞ്ഞിട്ട് ഇങ്ങനെ സ്വാഭാവികമായി മുഖ്യമന്ത്രിയെയും ഈ മന്ത്രിമാരെയും കാണുവാൻ വേണ്ടി ഇങ്ങനെ ഒഴുകി വരുന്നതാണോ? ഒരിക്കലുമല്ല. ഇത് ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുടുംബശ്രീ പ്രവർത്തകരെ, തൊഴിലുറപ്പ് പ്രവർത്തകരെ എല്ലാം ഉദ്യോഗസ്ഥ സംവിധാനം വെച്ചുകൊണ്ട് കൊണ്ടുവരികയാണ്. 10,000 ആളുകൾ എത്തുന്ന ഒരു വേദിയിൽ എത്ര കുടുംബശ്രീ പ്രവർത്തകരുണ്ട്? വളരെ കുറച്ചല്ലേ ഒരു മണ്ഡലത്തിൽ കുടുംബശ്രീ പ്രവർത്തകരുള്ളൂ. 10,000 പേര് ആശാവർക്കർമാരല്ല, 10,000 പേര് കുടുംബശ്രീ പ്രവർത്തകരല്ല. ആ വാദമൊക്കെ ഇനി നിൽക്കുമോ? 10,000 പേര് എന്നൊക്കെ പറയുന്നത് ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള സംഖ്യ. 10,000 പേരൊന്നുമില്ല. 10,000 പേരെ ഉൾക്കൊള്ളാൻ കേരളത്തിലുള്ള ഒരു സ്കൂൾ മൈതാനത്തിനും പറ്റത്തില്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. 10,000 പേരൊന്നും ഇല്ല. ഒരു 2,000-3,000 പേരാണ് ആകെ. നമുക്കറിയാമല്ലോ, ആലപ്പുഴ നാളെ വരാനിരിക്കുന്ന SDV മൈതാനത്ത് ഇട്ടിരിക്കുന്ന പന്തൽ നമ്മളെല്ലാം കണ്ടതാണ്. എവിടെ 10,000 പേര് ഇരിക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ശുദ്ധമായ തട്ടിപ്പാണ്. ബസ്സിൽ ആളുകളെ കൊണ്ടുവരികയാണ്. നിങ്ങൾ ആമുഖം പ്രസംഗത്തിൽ പറഞ്ഞു ആൾ കുറവായിരുന്നു. കോട്ടയം ജില്ലയിൽ ആൾ കുറവായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPIയുടെ ഒക്കെ ശക്തമായ സംഘടനാ സംവിധാനങ്ങൾ നമ്മൾ നിഷേധിക്കുന്നില്ല. കുറച്ച് ആളുകളെ പാർട്ടി പ്രവർത്തകരെ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ പൊതുജനങ്ങളാകെ മുഖ്യമന്ത്രിയെ കാണുന്നതിന് ഇങ്ങനെ ഒഴുകി വരികയാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മുഖലേക്ക് എടുക്കാം. പക്ഷേ മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് നവകേരള സദസ്സിൽ. മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ പറയുമ്പോൾ കേന്ദ്രത്തിനെതിരെ മൗനം പാലിക്കുന്ന UDFനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. കേന്ദ്രത്തിനെതിരെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോരായ്മകളും അദ്ദേഹത്തിൻ്റെ കഴിവുകേടും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കഴിവുകേട് മറച്ചു വയ്ക്കുന്നതിനുള്ള ഒരു മറ മാത്രമാണ് എല്ലാത്തിനും കേന്ദ്രവിരുദ്ധം എന്ന് പറയുന്നത്. കേരളത്തിലെ കുഴപ്പങ്ങൾക്ക് മുഴുവൻ നിങ്ങൾ കേന്ദ്രവിരുദ്ധരല്ലല്ലോ അല്ലേ? ഞങ്ങൾ അതെന്തൊരു ചോദ്യമാണ്. കേന്ദ്രത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടല്ലേ UDF പോകുന്നത്. BJPയുടെ നയം എന്തുവാ? പക്ഷേ കേൾക്കാനില്ല ശബ്ദം. പാർലമെന്റിൽ ശക്തമായി കേരളത്തിലെ 19 MPമാരും കേരളത്തിൽ നിന്ന് ഇന്നലെ കേട്ടു ശബരിമലയെ കുറിച്ചൊരു വലിയ പ്രകടനം കണ്ടു. ശബരിമല കേട്ടുകേഴ്വിയുണ്ടോ? ആളുകൾ പന്തളത്ത് വന്നിട്ട് ശബരിമലയിലേക്ക് പോകാൻ കഴിയാതെ അയ്യപ്പ ഭക്തർ കർണാടക 2015 32 അയ്യപ്പ ഭക്തര് ശബരിമലയിൽ കുഴഞ്ഞു വീണായിരുന്നു. അന്ന് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അതുപോലല്ല ഇത്. പ്രശ്നം ശബരിമലയെ നിയന്ത്രിക്കേണ്ട ദേവസ്വം. കുഴഞ്ഞു വീഴലും ഈ കുഴഞ്ഞു വീഴലും തമ്മിൽ എന്താ വ്യത്യാസം? കുഴഞ്ഞു വീണ് 11 ദിവസമുള്ള ഒരു പെൺകുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു. അന്ന് 32 പേരാ. അന്ന് ആരും വന്നില്ലല്ലോ പ്രതിഷേധത്തിന്. ഭക്തർക്ക് ശബരിമല എത്താൻ പോലും സാധിക്കുന്നില്ല. ഇത് നിയന്ത്രിക്കേണ്ട ദേവസ്വം മന്ത്രി. അദ്ദേഹത്തിന്റെ ആകെ ജോലി എന്തുവാ? മുതിർന്ന നേതാവ് രാധാകൃഷ്ണൻ, മുൻ മന്ത്രിയും സ്പീക്കറും ഒക്കെ ആയിരുന്ന ആളാ. അദ്ദേഹം 10 ദിവസമായിട്ട് ഈ ബസ്സിലാണ്. ഇന്നലെയാണ് അദ്ദേഹം ശബരിമല എത്തിയത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ലജ്ജ തോന്നുന്നില്ലേ ശബരിമലയെ കുറിച്ച് പറയാൻ? പാലക്കാട് DCC സംഘടിപ്പിച്ചൊരു പരിപാടിയുടെ പേര് പ്രതിഷേധ ഭജന എന്നായിരുന്നു. കള്ള വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരു പോസ്റ്റ് അടിച്ചിറക്കിയിട്ട് പ്രതിഷേധ ഭജന എന്ന പേരിൽ ഒരു പരിപാടി നടത്തുക. ഒടുവിൽ മാധ്യമങ്ങൾ ഞങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിന്റെ പേര് മാറ്റി ഓടേണ്ടി വന്നില്ലേ? ഏതാ കള്ള വാർത്ത? എങ്ങനെ ഒരു കുഞ്ഞ് കരയുന്ന വാർത്ത എടുത്തിട്ട് ശബരിമല തിരക്ക് കാരണം കുഞ്ഞ് കരയുന്നു. കുഞ്ഞ് കരഞ്ഞു എന്നുള്ള സത്യമാണല്ലോ. കുഞ്ഞുങ്ങൾ അങ്ങനെ പല കാര്യത്തിലും കരയും. അച്ഛൻ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ ബസ്സിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ ഞാൻ പറയട്ടെ, ഇത് അല്ലല്ല കള്ള വാർത്തയാണോ? അല്ല കള്ള വാർത്തയല്ല. അത് അതേ ബസിന്റെ താഴെ നിന്നുകൊണ്ട് KSRTCയുടെ കണ്ടക്ടർ പറഞ്ഞു കേട്ടല്ലോ. എന്താ പറഞ്ഞത്? ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? KSRTCയുടെ
നേരത്തെ കണ്ടം ചെയ്ത ബസ്സുകൾ 15 കൊല്ലം കഴിഞ്ഞ ബസ്സുകൾ ഇട്ടിരിക്കുക. സാറേ, ആ കുട്ടിയുടെ അച്ഛൻ എന്തിനാണ് ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്? ഒരു സാധനം മറ്റോ വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുഞ്ഞച്ഛനെ കാണാതെ കരഞ്ഞു. അതിന് ഗംഗയിൽ കുളിക്കണം പിണറായി വിജയൻ എന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. അത് നിങ്ങൾ പോസ്റ്റർ അടിച്ച് കോൺഗ്രസ് ഇറക്കുന്നു. ഇത് മാധ്യമപ്രവർത്തകർ നിങ്ങളല്ലേ വാർത്തയാക്കി? വാർത്തയാക്കിയത് ഞങ്ങളല്ല, നിങ്ങൾ പോസ്റ്റർ അടിച്ചിറങ്ങിയപ്പോൾ അത് വ്യാജ വാർത്തയാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ശബരിമല കുഴപ്പങ്ങൾ ഇല്ലെന്നാണ് പറയുന്നത്. ശബരിമല കുഴപ്പങ്ങളില്ലെന്നല്ല, ആ കുഴപ്പങ്ങൾ പരിഹരിച്ചു. ഇന്ന് ആർക്കും പ്രശ്നമില്ലല്ലോ അവിടെ. ഇന്ന് പ്രശ്നങ്ങളില്ലേ? ഉണ്ടോ? 18 മണിക്കൂറാണ് ക്യൂ നിൽക്കേണ്ടി അത് വരുന്നത്. ആദ്യത്തെ സംഭവമാണോ? റിപ്പോർട്ടിലെ ചാനലിന്റെ ശബരിമലയിലെ റിപ്പോർട്ടിനെ വിളിച്ച് ചോദിക്കും. ആണ് സാർ. അത് ഇന്നത്തെ ദിവസമൊക്കെ എങ്ങനെയാ വളരെ അവിടെ സമാധാനപരമായിട്ട് ഭക്തന്മാർ വന്നു പോകുന്ന കണ്ടു നമ്മൾ. ഒരിക്കലുമല്ല, അത് ഒരിക്കലുമല്ല. ചെറിയ നിരാശയുണ്ടല്ലേ? ഒരിക്കലുമില്ല. ഭക്തരിങ്ങനെ സമാധാനത്തോട് തൊഴുതു പോകുമ്പോ അതെന്തൊരു ചോദ്യമാണ്. അല്ല, കാരണം നിങ്ങൾ ഇന്ന് പ്രതിഷേധ ഭജന നടത്തിയ ഒരു പാർട്ടിയുടെ മുന്നണിയിലാണ് താങ്കളും. ശബരിമലയില് കേട്ട് കേൾവിയില്ല. എന്താ ദേവസ്വം ഈ തിരക്ക് കേട്ട് കേൾവിയില്ലേ? 18ാം പടിയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുന്ന സമയത്തും ഉണ്ട്, VS അച്യുതാനന്ദൻ ഇരിക്കുന്ന സമയത്തുണ്ട്. സർക്കാർ നോക്കിയാണോ ഭക്തജനങ്ങൾ വരുന്നത്? അയ്യപ്പനെ കാണാൻ വേണ്ടി വരുന്ന ഭക്തജനങ്ങൾ കാലുക്ക് മെത്തൈ എന്ന് പറഞ്ഞു വരുന്നത് കല്ലും മുള്ളും ഒക്കെ ആണല്ലോ. ആ സമയത്ത് കാലും മുള്ളും എന്താണ്? അല്ല, നോക്കൂ കിഷൻ, നോക്കൂ, നമ്മൾ എന്താണ് അങ്ങും ശബരിമലയിൽ പോയിട്ടുണ്ട്, ഞാൻ ശബരിമലയിൽ പോയിട്ടുണ്ട്. അപ്പൊ എന്താ കല്ലും മുള്ളും കാലുക്ക് മെത്തൈ എന്ന് വിളിച്ചാണല്ലോ പോയത്. അത് പിണറായി വിജയൻ വരുന്ന സമയത്ത് കല്ലും മുള്ളുമാണ്. ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയത്ത് കാലുക്ക് മെത്തൈ ആവുന്ന രീതി ശരിയാണോ? ശബരിമലയിലെ സുരക്ഷാ സംവിധാനങ്ങൾ ആകെ പാളി എന്നുള്ളത്. എന്ത് പാളി സാർ? പോലീസ് ഇല്ല. ആര് പറഞ്ഞു? പിണറായി വിജയൻ അകമ്പടി. ഇന്നലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത് 16,118 പോലീസുകാർ ശബരിമല ഡ്യൂട്ടിക്കുണ്ട് പമ്പ മുതല്. എന്നിട്ടാണോ ഈ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്? മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ റിപ്പോർട്ടറുടെ കാര്യം പറയും. റിപ്പോർട്ടർ അങ്ങനെ പോലീസുകാർ കുറവാണെന്നൊരു വാർത്തയെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ടർ ചാനൽ അല്ല ശ്രീ അരുൺ. ശബരിമലയിൽ മനോരമ മാത്രമേ വായിക്കുന്നുള്ളൂ. അല്ലല്ല, ഈ വർഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ പറയുന്നത്? 18ാം പടിയുടെ വീതി കൂട്ടും. നടക്കുന്ന കാര്യമാണോ? തന്ത്രി പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. ശബരിമല സുരക്ഷയില്ല. പരിചയസമ്പന്നരായ പോലീസുകാരല്ല നിൽക്കുന്നത്. ആകപ്പാടെ പാളി. അതിന്റെ ജാള്യം മറയ്ക്കാനായി പറയുന്നത് ഈ വാർത്തയുടെ. ശരി രാഹുൽ, ഇന്ന് UDF സർക്കാരിനെതിരെ അറ്റാക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം ശബരിമലയായിരുന്നു ഇന്നലെ ഫോക്കസ് ചെയ്തത്. പക്ഷേ ശബരിമലയിൽ തിരക്ക് കുറഞ്ഞു, അതവർ ഏകദേശം വിട്ടമട്ടാണ്. പക്ഷേ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് കോടതിയുടെ നിരീക്ഷണമുണ്ട്. പള്ളിക്കൂടത്തിൻ്റെയൊക്കെ മതിൽ പൊളിച്ച് കളഞ്ഞുകൊണ്ടാണ് ജനസഭയ്ക്ക് വരുന്നത്. സർക്കാർ പറയാണ് സംഭവിച്ചു പോയതാണ്, പൊതുപണമല്ലേ എന്നാണ് കോടതി ചോദിക്കുന്നത്. ഉത്തരവില്ലോ? ഇവിടെ ഉദ്ദേശിച്ചത് മാവേലിക്കര ബോയ്സ് ഹൈസ്കൂളിന്റെ ആണെങ്കിൽ അവിടെ ആ ബോയ്സ് ഹൈസ്കൂളിന്റെ മതില് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടറുടെ ഉത്തരവ് നേരത്തെ കൊടുത്തതാണ്. അവിടെ ഈ ആവശ്യം ഉന്നയിച്ച് ആ ആവശ്യം PTA തള്ളിയപ്പോഴാണ് കുട്ടികളുടെയും അതുപോലെ തന്നെ അവിടെ പരിപാടിക്ക് എത്തുന്നവരുടെയും അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുകളുടെയും ശരീരത്തിന് അപകടം ഉണ്ടാക്കുന്ന നിലയിലേക്ക് ആ മതിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് കളക്ടറുടെ ഉത്തരവ് വന്നത്. പക്ഷേ അത് പൊളിച്ചു മാറ്റാൻ അവിടുത്തെ നഗരസഭ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തയ്യാറാകുന്നില്ല. അവസാനം അവിടുത്തെ MLA ക്ക് ഉൾപ്പെടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നു. MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ മതിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി നീക്കിവെച്ചു. അങ്ങനെയാണ് ആ സംഭവം നടക്കുന്നത്. നേരത്തെ മുതൽ നഗരസഭയോട് ആവശ്യപ്പെടുന്നതാണ്. നഗരസഭയുടെ കീഴിലുള്ള സ്കൂളാണ്, നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. അവിടെ തയ്യാറാകുന്നില്ല. അതാണ് അതിലെ യഥാർത്ഥ പ്രശ്നം. നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുണ്ടല്ലോ. നിങ്ങൾ നവകേരള സദസ്സിനെ രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുന്നു. UDF-നെ ചീത്ത പറയാൻ, ഗവർണറെ ചീത്ത പറയാൻ, കേന്ദ്ര സർക്കാരിനെ ചീത്ത പറയാൻ. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത്. നവകേരള സദസ്സ് നവംബർ മാസം 18-ാം തീയതി ആരംഭിച്ചത് മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാം അതിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഇനി മുന്നോട്ട് വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ, ഒരു വികസന കാഴ്ചപ്പാട്, പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിന് മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാട്, ഇതെല്ലാം ജനങ്ങളോട് പറയുന്നതിനും പുതിയ കാര്യങ്ങൾ സ്വീകരിക്കുന്നതിനും ജനങ്ങളുമായി സംവദിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നവകേരള സദസ്സ്. ജനങ്ങളുമായി സംവദിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് വിശദീകരിക്കും. ഇന്ന് ഈ വന്നിരിക്കുന്ന 5000-6000 ആൾക്കാരുമായിട്ട് ആര് സംവദിച്ചു? ഇവിടെ ജനങ്ങളുമായി സംവദിക്കുക കഴിഞ്ഞ നിങ്ങളെല്ലാം ഇത് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് സമയത്തുള്ള സദസ്സും അതുപോലെ തന്നെ നവകേരള സദസ്സിന്റെ ഭാഗമായി മണ്ഡലങ്ങളിലെ പൊതുയോഗങ്ങളിലും എല്ലാം പങ്കെടുത്തിട്ടുള്ളവരാണ്. ഈ രാവിലെയുള്ള യോഗത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമായ ആളുകളാണ്, സാധാരണക്കാരാണ്, വ്യവസായികളാണ്, അല്ലെങ്കിൽ കച്ചവടക്കാരാണ്, തൊഴിലാളികളുടെ പ്രതിനിധികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഇവരെല്ലാവരും ഒരു സമൂഹത്തിന്റെ പരിച്ഛേദമായ ഒരു കൂട്ടം ആളുകളുമായിട്ടാണ് മുഖ്യമന്ത്രി സംവദിക്കുന്നത്. അവരിൽ നിന്നും അഭിപ്രായം സ്വീകരിക്കുകയാണ്. ഈ നിലയിലാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇടതുമുന്നണി ഭാഗത്തുള്ള ഒരു MP ആ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം വേണ്ട കാര്യങ്ങളാണ് എന്ന് അവതരിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി എഴുന്നേറ്റെന്ന് പറയുകയാണ് ഇത് പ്രശ്നങ്ങൾ സ്വീകരിക്കുന്ന വേദിയല്ല എന്നാണ് പറയുന്നത്. അല്ല, അത് അനാവശ്യമായി വിവാദം ഉണ്ടാക്കാൻ ഞങ്ങളോ മുഖ്യമന്ത്രി പറഞ്ഞല്ലേ സാർ?
ഇത്തരം കാര്യങ്ങൾ ഈ നവകേരള സദസ്സ് ഇത്രയും ജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് വലിയ പരിപാടിയായി സംഘടിപ്പിക്കുമ്പോൾ അതിൽ തുടക്കം മുതൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ, വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ യു ഡി എഫ് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ കണ്ടെത്തി അതിനുവേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. LDFന്റെ MP-ക്ക് വേണ്ടിയിട്ട് UDF വക്കാലത്ത് കൊണ്ടുവരികയാണ്. ഇവിടെ UDF ഇത്തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഇത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുന്ന നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക. പക്ഷെ അതൊന്നും വിലപ്പോകുന്നില്ല. ഇപ്പൊ ആലപ്പുഴ ജില്ലയിലേക്ക് വരികയാണ്. 4 ജില്ല കൂടി ഇനി ബാക്കിയുള്ളൂ. ഇവിടെ നവകേരള സദസ്സ് തുടക്കം മുതൽ ഈ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചവരെല്ലാം ഇപ്പൊ പതിയെ പിന്മാറി തുടങ്ങി. ജനങ്ങളെല്ലാം ഒഴുകിയെത്തുകയാണെങ്കിൽ പക്ഷെ ബഹിഷ്കരണമുണ്ട്, കരിങ്കൊടിയുണ്ട്, അതെല്ലാം ഉണ്ട്. അതവിടെ നടന്നോളൂ. അത് ഇപ്പൊ ഡോക്ടർ അരുൺകുമാറിനോട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ല, അത് ജനാധിപത്യപരമായ പ്രതിഷേധം അവിടെ നടന്നോളൂ. അതങ്ങനെ നടന്നു പോയി. അതൊന്നും മൈൻഡ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾ ഈ വേദി മനസ്സിലായി രാഹുൽ, ഗവർണർക്കെതിരെ പ്രസ് മീറ്റിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് മനസ്സിലാക്കാം. നവകേരള സദസ്സിൽ ആ സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്ന ഗവർണറെ ചീത്ത പറയാനാണ് ഭൂരിപക്ഷ സമയം ഉപയോഗിക്കുന്നത്. അല്ല, ഗവർണറുടെ സമീപനം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് നിങ്ങൾ നവകേരള സദസ്സിലാണോ പറയുന്നത്? ഈ സർക്കാരിന്റെ ഹെഡായ ഗവർണറെ കുറിച്ച് ആ സർക്കാർ പരിപാടിയിൽ നിങ്ങൾ വിമർശിക്കാൻ പറ്റുമോ? ഗവർണർ RSSന്റെ തീരുമാനപ്രകാരം കേരളത്തിൽ വന്ന് പ്രവർത്തിക്കുക. നിങ്ങൾ LDFന്റെ ഒരു മീറ്റിംഗ് വിളിക്കുക. എം വി ഗോവിന്ദ മാഷ് EP ജയരാജനോ പറഞ്ഞാൽ മനസ്സിലാവും. മുഖ്യമന്ത്രി സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടിയിൽ ആ സർക്കാരിന്റെ നാഥനായ, സർക്കാരിന്റെ ഹെഡായ ഗവർണറെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിയാണോ? ഗവർണറുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനും ഗവർണർ കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്താൽ അത് നവകേരള സദസ്സിലെ ഈ പാവപ്പെട്ട ജനങ്ങളോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഈ ഗവർണർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അല്ല രാഹുൽ എന്റെ ആശങ്ക ഇതാണ്. ഈ ഗവർണർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നില്ല. പിന്നെ BJPക്കാണെങ്കിൽ അടുത്ത കാലത്തെങ്കിലും വലിയ പ്രതീക്ഷയില്ല എന്ന രീതിയിലാണ് നിങ്ങളുടെ പ്രചരണം. അതെന്താണെന്ന് തൃശ്ശൂർ നമുക്ക് കാണാം. പക്ഷെ അറിയേണ്ട ഒരു ചോദ്യം, ഗവർണറെ മാത്രം വിമർശിച്ചുകൊണ്ടുള്ള ഈ പോക്ക് ശരിയാണോ എന്നതാണ് എന്റെ. കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റാണ്. 99 സീറ്റ് നൽകി കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത നിലയിൽ ഈ ഗവർണർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 300-ലധികം MPമാരെ തെരഞ്ഞെടുത്ത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരുണ്ട്. ആ നരേന്ദ്രമോദി നിയമിച്ചിരിക്കുന്ന ഗവർണറാണ്. ഇവിടെ ഗവർണർ പ്രവർത്തിക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? RSS ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയം വന്നു. ഇന്ന് കോടതി സ്റ്റേ ചെയ്തില്ലല്ലോ. കാലിക്കറ്റ് സർവകലാശാല സ്റ്റേ ചെയ്തില്ലല്ലോ. കാലിക്കറ്റ് സർവകലാശാല ചെയ്തില്ല. അല്ല, കേരള സർവകലാശാലയിൽ ഞാൻ പറയാം, കേരള സർവകലാശാലയിൽ ചെയ്ത കാര്യം ഡോക്ടർ അരുൺകുമാറിനും അറിയാം. 4 ABVP-കാരാണ്. എവിടെ നിന്നാണ് ലിസ്റ്റ് വരുന്നത്? ABVP-കാർ മാത്രമല്ല, അധ്യാപക പരിഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന BJPയുടെ RSSന്റെ അധ്യാപക സംഘടനയുടെ പ്രതിനിധികളെ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്ക് മറുപടി സോമൻ പറയട്ടെ. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, പ്രസ് മീറ്റിൽ മുഖ്യമന്ത്രിക്ക് അത് പറയാം. പക്ഷെ തുടർച്ചയായി എല്ലാ വേദികളിലും വന്ന് സർക്കാരിന്റെ ഹെഡായ ഈ ഗവർണറെ വിമർശിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ടൊരു നവകേരളത്തെ എങ്ങനെയാണ് കെട്ടിപ്പടുക്കുക? സർക്കാരിന്റെ ഹെഡായ ഗവർണർ നവകേരള സദസ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവിടെ കേരളത്തിലെ ഗവൺമെന്റിനെ പറ്റി പറയുന്നത് എന്താണ്? കേരളത്തിലെ മന്ത്രിമാരെ പറ്റി പറയുന്നത്? നിങ്ങളുടെ ഈ ചക്കളത്തിപ്പൂര് കാണാനാണോ ഈ 10,000-കണക്കിന് മനുഷ്യർ ഈ നവകേരള സദസ്സിലേക്ക് വരേണ്ടത്? പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ഈ നാട് നേരിടുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. ഈ നാട് നേരിടുന്ന പ്രശ്നമാണ് ഈ ഗവർണർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി കേരളത്തെ തകർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നു. 57,400 കോടി രൂപ നമുക്ക് ലഭിക്കാനുണ്ട്. നമ്മുടെ കുറവ് വന്നിരിക്കുന്നു. ആ കുറവ് വന്ന കാര്യങ്ങളിൽ അവിടെ ഗവർണർ ഉൾപ്പെടെ ഇടപെട്ട് ഇപ്പൊ പുതിയ കാര്യങ്ങൾ എന്താ, സാമ്പത്തിക അടിയന്തരാവസ്ഥ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗവർണറുടെ നേതൃത്വത്തിൽ RSSന്റെ ആസ്ഥാനത്ത് നിന്നും കുറവെന്ന കാര്യം പറയാം. കാര്യം പറയാലോ. കുറവെന്ന കാര്യം കൃത്യമായിട്ട് അറിയാലോ. GST വിഹിതത്തിൽ കുറവ് വരുന്നു. നേരത്തെ നമുക്ക് അറിയാവുന്നതല്ലേ? അല്ല, GST വിഹിതത്തിൽ മാത്രമല്ല, കേന്ദ്രത്തിൽ നിന്ന് വരേണ്ട മറ്റ് കുറവ് വരുന്നു. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കേണ്ട മറ്റ് വിഷയങ്ങൾ, റവന്യൂ കമ്മി എന്നൊക്കെ പറയുന്നത് രാഹുലെ, നമ്മൾ ടാക്സ് പിടിച്ചെടുക്കാത്ത സമയത്ത് നമ്മുടെ റവന്യൂ വരവ് കുറയുന്ന ഘട്ടത്തിൽ തരേണ്ടതാണ്. നമ്മുടെ റവന്യൂ വരവ് നല്ലതാണെന്ന് നമ്മൾ ഒരു ഭാഗത്ത് പറയുന്നു. നല്ലതാണെങ്കിൽ നമുക്ക് ആ കമ്മി കിട്ടില്ല. അല്ല, ഞാൻ നല്ലതാവുമ്പോ വരുന്നതല്ല കമ്മി. കേരളത്തിനോട് മാത്രമാണ് ഈ അവഗണനയുള്ളത്. രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളോട് ഈ അവഗണന ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു. ശരി സോമൻ, നോക്കൂ, ഈ എല്ലാ വേദികളിലും ഞങ്ങൾ മഞ്ചേശ്വരം മുതൽ ദാ ഇവിടെ ഈ ആലപ്പുഴ നിൽക്കുന്നത് വരെ മുഖ്യമന്ത്രി സംസാരിച്ചതിൽ ഏറിയ പങ്കും കേന്ദ്രത്തിൽ വൈക്കത്തെ പ്രസംഗവും കേട്ടു. ഏറ്റവും ഒടുവിലും അങ്ങനെ തന്നെയാണ്. അതിൽ UDF-നോടും വിമർശനമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരേ ടീമായി കേരള വിരുദ്ധ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നു. ആ കേരള വിരുദ്ധ മനസ്സിന്റെ നായകൻ ഗവർണറാണ്. ഒപ്പം B ടീമായിട്ട് UDF-ഉം പ്രവർത്തിക്കുന്നു. ഇതാണ് സർക്കാർ പറയുന്നത്. ആ സർക്കാരിന് ജനങ്ങളോട് പറയാൻ ബാധ്യതയില്ലേ? എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനം സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക് പോയത്? നവകേരളം കെട്ടിപ്പടുക്കുന്നതിലുള്ള തടസ്സം ഈ കേന്ദ്രത്തിന്റെ വിയോജിപ്പാണ് എന്ന് നവകേരള സദസ്സിലല്ലാതെ എവിടെ പറയും സി സോമൻ? അരുണിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണമെന്നാണ് എന്റെ ആദ്യത്തെ അഭ്യർത്ഥന. ഒന്ന്, ഞങ്ങൾ രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞല്ല, സർക്കാർ പറയുന്ന. അല്ല, സർക്കാരിനെ എന്ത് വിളിച്ചു പറയാന്നേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നാട്ടുകാരുടെ ചെലവിൽ എന്ത് വിളിച്ചു പറയാനുള്ള ഒരു സമ്മേളനം,
ഒരു സമ്മേളനം, ഞാൻ മുൻ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ താമസിക്കുന്ന ഒരാളാണ്. ഞാൻ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? അവിടെ തഹസിൽദാർ യോഗം വിളിക്കും, CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ യോഗം നടത്തും. അപ്പോ വർത്തമാനകാല കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നിലവിൽ CPM-ന് ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥ നടത്താൻ വേണ്ടിയിട്ടുള്ള പശ്ചാത്തല സൗകര്യത്തിന്റെ പരിമിതിയുണ്ട്. എങ്ങനെ? ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുന്ന, അണികളെ സ്വാധീനിക്കാൻ സാധിക്കുന്ന, ആവേശകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മാർക്സിസ്റ്റ് നേതാവിന്റെ പോരായ്മ ശ്രീമാൻ ഗോവിന്ദൻ മാസ്റ്ററിലൂടെ കേരളത്തിലെ CPM നേരിടുന്നുണ്ട്. അതിന് ബുദ്ധിശാലിയായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ആസൂത്രണം ചെയ്ത ഒരു പാർട്ടി സമ്മേളനം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേകതയും ഈ സമ്മേളനത്തിൽ BJP കാണുന്നില്ല. ഈ സമ്മേളനത്തിൽ BJP പരാതി നൽകാൻ ആളുകൾ എത്തുന്നുണ്ട് സോമൻ. ഞാൻ പറഞ്ഞോട്ടെ, അത് കാണും അല്ല, പരാതികൾ ഓരോ ഫയലിലും എന്റെ സോണി ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞ ഓരോ ഫയലിലും ഓരോ ഫയലിലും ഒരു ജീവിതമുണ്ടെന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി വാങ്ങിക്കൂട്ടിയ പരാതികളുടെ എണ്ണം എത്ര? വാങ്ങിക്കൂട്ടിയ പരാതികളുടെ എണ്ണം വാങ്ങിച്ചിട്ടില്ല. എത്രയാണ്? മുഖ്യമന്ത്രി ആരെയും കണ്ടിട്ടുമില്ല, ഒരു പരാതിയും വാങ്ങിച്ചിട്ടില്ല, ആരോട് സമ്മതിച്ചിട്ടില്ല. ഐക്യജനാധിപത്യ മുന്നണിയും CPM-ഉം ഒരേ ഘടകകക്ഷിയാണ്. ഇവർ ഇന്നലെ യോഗം ഉണ്ടായിരുന്നല്ലോ. കേരളത്തിലല്ലേ? ഇവരെവിടെയാണ് ഇതുള്ളത്? ഇന്നിപ്പോ ഗാർഗയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്ന്. ഇവർക്ക് സംസാരിച്ചാ പോരെ? ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ വല്ലാണ്ടൊരു യാത്ര നടത്തുന്നു, ഞങ്ങളെ ആകെ വല്ലാണ്ട് പരുഷമായി പ്രതികരിക്കുന്നു, സംസാരിക്കുന്നു, ഒരു പരിഹാരം വേണമെന്ന് പറഞ്ഞാൽ അവിടെ സീതാറാം യെച്ചൂരിയുമായിട്ടോ പ്രകാശ് കാരാട്ടുമായിട്ടോ ഒരു ധാരണ ഉണ്ടാക്കട്ടെ. അതുകൊണ്ട് അങ്ങയുടെ ആദ്യത്തെ പരാമർശം പിൻവലിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തും പറയാനുള്ളതുണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ. ആലപ്പുഴ ജില്ലയിൽ ഡോക്ടർ അരുൺ പരിശോധിച്ചോ? തിരുവനന്തപുരം പഞ്ചായത്തിൽ ഏറ്റവും വലിയ കക്ഷി BJP, ചെന്നിത്തല പഞ്ചായത്തിൽ ഏറ്റവും വലിയ കക്ഷി BJP, കോടന്തുരുത്ത് പഞ്ചായത്തിൽ ഏറ്റവും വലിയ കക്ഷി BJP, പാണ്ടനാട്ടിൽ ഏറ്റവും വലിയ കക്ഷി BJP. നിയമസഭയിൽ ഒന്നുമില്ലാത്ത കക്ഷിയും BJP. അരുണേ, ഡോക്ടർ അരുണേ, ആൾക്കാർ കേരളത്തിലെ വലിയ 15% വോട്ട് ബാങ്ക്, 15% വോട്ട് ബാങ്ക് ഡോക്ടർ അരുണേ, ആരുമില്ലാതിരുന്ന സ്ഥലത്ത് ഭരണത്തിലെത്തിയ പാരമ്പര്യവും ഞങ്ങളുടേതാണെന്ന് പറയണം. അല്ല, നമ്മുടെ വിഷയം UDF-ഉം CPM-ഉം ഒരുമിച്ചാണ്. ഈ 4 പഞ്ചായത്തിൽ അങ്ങേക്ക് പരിശോധിക്കാം, അങ്ങയുടെ റിപ്പോർട്ടോട് അന്വേഷിച്ചോളൂ. അപ്പൊ അതുകൊണ്ട് സഖ്യം ഇവർ തമ്മിലാണ്. ഈ യാത്ര CPM-ന്റെ സംഘടനയെ ശക്തിപ്പെടുത്താൻ, അവരുടെ രാഷ്ട്രീയ സർക്കാർ ചെലവിൽ പാവപ്പെട്ടവന്റെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്നതാണ്. ഡോക്ടർ അരുൺ ഒന്ന് പരിശോധിച്ചോ? ഇന്ന് മുഖ്യമന്ത്രിയും സംഘവും വന്നത് വലിയ ജങ്കാറിലാണ്. ആ ജങ്കാറിന്റെ സമീപത്ത് വൈക്കത്തമ്പലത്തിൽ അഷ്ടമി കഴിഞ്ഞ ദിവസം വൈക്കത്ത് നിന്ന് പ്രസംഗിച്ച മുഖ്യമന്ത്രി അവിടുത്തെ MLA-യെ ആ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പറയണമായിരുന്നു, വൈക്കം നേരേകടവ് പാലം ഈ യാത്ര അങ്ങ് എത്തിക്കഴിഞ്ഞാൽ പൂർത്തീകരിക്കാൻ വേണ്ടി ഞങ്ങൾ പണം അനുവദിക്കുമെന്ന് പറയുമായിരുന്നു. ഒരു 1.25 വർഷം മുമ്പ് ഡോക്ടർ അരുണേ, കേരളത്തിന്റെ ധനകാര്യമന്ത്രി അവിടെ വന്ന് പ്രഖ്യാപിച്ചതാണ് ആ പാലം 100 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന്. അങ്ങൊന്ന് അന്വേഷിക്കൂ. അപ്പൊ ഒരു നവകേരള സദസ്സിന്റെ യാത്രയിലൂടെ ഈ ആലപ്പുഴ ജില്ലയിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല, കേരളത്തിലും ഒന്നും നടക്കാൻ പോകുന്നില്ല. മോദിയെ പുലഭ്യം പറയാൻ, കേന്ദ്ര സർക്കാരിനെ പരിഹസിക്കാൻ ഇപ്പോ RSS എന്ന് ഒരു 50 വട്ടം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. RSS എന്താണ് ഡോക്ടർ അരുൺ അറിയാമല്ലോ. RSS എന്താണെന്നും അതിന്റെ പശ്ചാത്തലവും സംഘടനാ സംവിധാനവും എന്താണെന്നും ഒക്കെ അങ്ങ് പഠിക്കുന്ന ആളാണല്ലോ. ഇവിടെ RSS എന്ന് പറയുന്നത് എന്തിനാണ്? ആരെയോ ഇക്കിളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ തൃപ്തിപ്പെടുത്തലും ഇക്കിളിപ്പെടുത്തലുമാണ് ഈ യാത്രയിലൂടെയുള്ളത്. നവകേരള സദസ്സെന്ന് പറയുന്നത് ഒരു കാര്യമുണ്ട്. നിങ്ങൾ കിഫ്ബി ഫണ്ട്, ഈ വികസനം വരണമെങ്കിൽ കിഫ്ബി ഫണ്ടിലേക്ക് പണം വരണം. കിഫ്ബി ഫണ്ടിൽ പണം എടുത്താൽ അത് കടമെടുപ്പിന്റെ പരിധിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തും. അപ്പോൾ കടമെടുപ്പ് പരിധി
കഴിഞ്ഞു. അപ്പോൾ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനം അഭിമുഖീകരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങളോട് നേരിട്ട് വന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. ഇതൊരു തരത്തിലുള്ള ധവളപത്രത്തിന്റെ പ്രഖ്യാപനമാണ്. ധവളപത്രം ഇറക്കിയില്ലെന്നേ ഉള്ളൂ. സദസ്സ് നിങ്ങൾക്ക് അങ്ങനെ കാണാം. മുഖ്യമന്ത്രി കണക്കെടുത്ത് പറയുകയാണ് ഇത്ര ഹെഡുകളിൽ ഇത്ര കേന്ദ്രം തരാനുണ്ട്. ഒടുവിൽ നിർമ്മലാ സീതാരാമന് വന്ന് മറുപടി പറയേണ്ടി വന്നു. കേരളത്തിലൊരു എം പിക്ക് വേണ്ടി ഈ ധനകാര്യ പ്രതിസന്ധി പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ടി വന്നു. ഇത്രയും ദിവസം കഴിയുമ്പോൾ മാത്രമാണ് അത് സംഭവിക്കുന്നത്. നവകേരള സദസ്സിന്റെ എഫക്റ്റ്. ഡോക്ടർ അരുണേ, ഇവിടെ കിട്ടാനുണ്ട് എന്ന് ഇദ്ദേഹം പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചല്ലോ ഏത് കടക്കലാന്നുള്ളത്. നികുതി പിരിവിനെ കുറിച്ച് അങ്ങനെ ചോദിച്ചല്ലോ. നികുതി പിരിവിന് വേണ്ടിയിട്ട് പ്രശംസനീയമായ പ്രവർത്തനം നടത്തേണ്ട GST കമ്മീഷണർക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് അവാർഡ് കൊടുത്തു ഇവര്. എന്തിനു വേണ്ടി? അവിടെ ഒരു 27 കോടി രൂപ മുടക്കി ഒരു മാമാങ്കം നടത്തിയല്ലോ. അതിൽ സ്പോൺസർമാരെ കണ്ടുപിടിച്ച് കൊടുത്തതിന് വേണ്ടിയിട്ട് GST കമ്മീഷണർമാർക്ക് പ്രത്യേകമായിട്ടുള്ള പാരിതോഷികം കൊടുത്ത സർക്കാരാണിത്. നമ്മുടെ ഖജനാവിലേക്ക് പണം വരുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശ്രമത്തിൽ അവര് പങ്കുവഹിച്ചില്ല. പക്ഷേ എന്തിനു വേണ്ടി? 27 കോടി രൂപ മുടക്കി നടത്തിയിട്ടുള്ള മാമാങ്കത്തിന് സ്പോൺസർമാരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. അല്ല, പക്ഷേ സോമൻ, കണക്ക് നമ്മൾ പറഞ്ഞു പോകണം. കേരളത്തിന്റെ തനതു നികുതി വരുമാനത്തിൽ വർധന ഉണ്ടായിട്ടില്ലേ? 23. അല്ല, ഉണ്ടായിട്ടുണ്ടോ? വർധനവ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എന്താണ് CAG വെളിപ്പെടുത്തൽ? ഉണ്ടോ ഇല്ലയോ? CAG വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തൽ എന്താണ്? CAG വെളിപ്പെടുത്തൽ ഇതുവരെയുള്ള കണക്കുകളാ. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം കൂടിയിട്ടുണ്ടോ കുറഞ്ഞോ? അല്ല, ഈ ഇതുവരെയുള്ള കണക്കുകളാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ധനകാര്യ മിസ്മാനേജ്മെന്റ് എന്ന് നിങ്ങൾ എങ്ങനെ പറയും? തനത് നികുതി വരുമാനം കൂടിയിട്ടുണ്ടെങ്കിൽ, നികുതിയേതര വരുമാനവും കൂടിയിട്ടുണ്ടെങ്കിൽ അത് മിസ്മാനേജ്മെന്റ് ആണോ മാനേജ്മെന്റ് ആണോ? ഇവിടെ വലിയ ധൂർത്താണപ്പാ. ഇവിടെ വലിയ കെടുകാർ. ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ അരുണേ, ഡോക്ടർ അരുൺ, UPSC-ൽ എത്ര ആളുകളുണ്ട്? നമ്മുടെ ചോദ്യം 15 ലക്ഷം വേണം ഗവർണർക്ക് സഞ്ചരിക്കാൻ. അത് ധൂർത്താണോ? എത്ര പേരുണ്ട്? UPSC-ൽ എത്ര പേരാണ്? ഒരു വർഷം UPSC കമ്മീഷൻ എത്ര പേരാണ്? ഞാൻ മനസ്സിലാക്കുന്നത് 13 14 ആണ്. ഇവിടെ എത്രയാണ്? 21 22 ആണ്. PSC എന്തിനാണ് അപ്പോയിന്റ്മെന്റ് എവിടത്തേക്കാൾ കൂടുതൽ ഇവിടെ നടക്കുന്നുണ്ട്? ഒരു രാജ്യത്തിന്റെ നിയമന അതോറിറ്റി അങ്ങനെ പറയരുത്. അല്ല, കണക്കുണ്ട് സാർ. രാജ്യത്തെ അല്ല വാദിച്ചേക്കലല്ല. രാഹുൽ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളുടെ കണക്കുകളിൽ നികുതിയുടെ കാര്യത്തിൽ ഞാൻ ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചു രാഹുലിനോട്. എനിക്കും തിരിച്ച് അങ്ങോട്ട് ചോദ്യമുണ്ട്. ഇപ്പൊ രാഹുൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ നിയമനങ്ങൾ നടത്തുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? കേരളമാണെന്നാണോ അങ്ങ് പറയാൻ പോണേ? കണക്കങ്ങനല്ലേ, ഞാൻ പറയുന്നതല്ല. കണക്ക് കേട്ടോ, കണക്ക് കേട്ടോ. 6 മാസക്കാലത്തിനിടെ കഴിഞ്ഞ 6 മാസക്കാലത്തിനിടയിൽ കേരളത്തിൽ മാത്രം നടന്ന നിയമനം 15,146 ആണ്. ഇവർ ഭരിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശിൽ 2,886 ആകെ നടന്നത്. ഗുജറാത്തിൽ 1,120. മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തിൽ എത്രയാണ്? കേരളത്തിൽ 15,146. 2021 മാത്രം 26,000-ഓളം നിയമനം കേരളത്തിൽ നടന്നു PSC വഴി. ഇത് കണക്കാണ്. ഇത് നിങ്ങൾ അതല്ല, PSC വഴി നിയമിച്ച കണക്കാണ്. നിങ്ങൾ ഉത്തരം പറയണം. കേരളത്തിലെ ചെറുപ്പക്കാര്, രാജ്യത്തെ ചെറുപ്പക്കാര് ജോലി പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയണം. BJPക്ക് അതിന് മറുപടിയില്ല. റെയിൽവേ 13.5 ലക്ഷം ആളുകൾ ജോലി എടുത്തിരുന്ന റെയിൽവേ ഇപ്പൊ എത്ര പേരെ ജോലി എടുക്കുന്നത്? 2,90,000 ഒഴിവുകൾ റെയിൽവേയിൽ നികത്താതെ കിടക്കുക. രാഹുൽ, ഒരു നിമിഷം. ശ്രീ സോമൻ, ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടി അങ്ങോട്ട് വിയോജിക്കുന്നു. PSC ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു പരീക്ഷാ റിക്രൂട്ടിംഗ് സംവിധാനമാണ്. അതിനെ അങ്ങ് ദയവ് ചെയ്ത് പ്രേക്ഷകരുടെ മുന്നിൽ ആശങ്ക ഉണ്ടാക്കരുത്. PSC വഴി ഏത് വ്യക്തിക്കാണ് അനധികൃതമായ നിയമനം കിട്ടിയത് അങ്ങൊന്ന് പറയൂ. അങ്ങ് കൊണ്ടുവന്ന വാർത്ത PSC അല്ല. അതൊക്കെ അത് PSC അല്ല. വാർത്തയാണ് നാട് കണ്ടത്. അത് PSC അല്ല. നാട് കണ്ടത് അത് PSC അല്ല. ആരാണ് പിന്നെ? ഏതാ PSC? ആർക്കാണ് ജോലി കിട്ടിയത്? ഇവര് പറയുന്നത് ഇവിടെ സൈനിക മേഖല കരാർവൽക്കരിച്ചു, അഗ്നിപത്ത് നടപ്പിലാക്കി സൈനിക മേഖല കരാർവൽക്കരിച്ചു. അവരാണ് ഇപ്പൊ പറയുന്നത് സൈന്യത്തിൽ, കരസേനയിൽ, വ്യോമസേനയിൽ, നാവികസേനയിൽ പുതിയതായിട്ട് ആളെ എടുക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞോളൂ. രാജ്യത്ത് ചെറുപ്പക്കാർ വലിയ പ്രതിഷേധത്തിലാണ്. ശിവരഞ്ജിത്ത് ക്രിമിനൽ കേസിൽ പ്രതിയായി ജയിലിൽ പോയപ്പോഴെ മാറ്റേണ്ടി വന്നു. അപ്പൊ ഇവര് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ PSC-യുടെ വിശ്വാസ്യതയും PSC വഴി ജോലി കൊടുത്ത കണക്കൊന്നും പറയണ്ട. ഈ DYFI-യുടെയും SFI-യുടെയും സഖാക്കളെ രാഹുൽ, ഇവർ പറയുന്നതിനകത്ത് പിൻവാതിൽ നിയമനത്തിന്റെ കാര്യത്തിൽ ഈ സർക്കാർ ഉഗ്രൻ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ആ പിൻവാതിൽ നിയമനത്തെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോട് ഞാൻ വിയോജിക്കുന്നു. പക്ഷേ
ശ്രീ സോമൻ പറഞ്ഞതുപോലെ PSC വഴി നടത്തുന്നത് മുഴുവൻ തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കേരളത്തിന് കഴിയും. അവിടെയും പിൻവാതിൽ നിയമനങ്ങളുണ്ട്. എങ്ങനെ PSC അവിടെയും യുടെ പിൻവാതിൽ പാർട്ടി എങ്ങനെ? സഖാവിന്റെ അല്ലല്ല, one minute. അല്ലല്ല, സോമൻ. അല്ല, BSNL ഓഫീസ് ഉണ്ട്. ഇപ്പൊ കാനറ ബാങ്ക് ആണത്. ആണോ? അവിടെ വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അങ്ങനെയാണോ സർ? BSNL ഇരുമ്പ് പാലത്തിന്റെ അടുത്തുള്ള BSNL ഓഫീസ് ഇപ്പൊ കാനറ ബാങ്കിന് വാടക BSNL ഓഫീസ് മുഴുവൻ അടച്ചു കൂട്ടുകയാണ്. ആസ്തി വിറ്റഴിക്കുകയാണ്, വാടകയ്ക്ക് കൊടുക്കുകയാണ്. ഇതിനൊന്നും ഒരു മറുപടിയില്ല. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഒരു നിമിഷം. അല്ല, ഒരു നിമിഷം. അല്ല, ഒരു നിമിഷം. ഒരു നിമിഷം. അല്ല, സോറി, ഒരു നിമിഷം. ശ്രീ സോമൻ. ശ്രീ സോമൻ, നമ്മൾ PSC വിടാം. നിയമനത്തിന്റെ കാര്യത്തിൽ ഒരു നിമിഷം സർ. നിയമനത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണക്ക് പറഞ്ഞാൽ കേരളത്തിൽ തോൽപ്പിക്കാൻ ഒരു സംസ്ഥാനവുമില്ല. ഒരു നിമിഷം സർ. അത് ഏതെങ്കിലും തരത്തിൽ CPM-ന്റെ കാലം മാത്രമല്ല, അത് UDF-ന്റെ കാലത്തും നിയമനങ്ങൾ നടക്കുന്നുണ്ട് PSC-യിൽ. ഇനി BJP വന്നാലും നടക്കട്ടെ. കേരളത്തിൽ ഇനി BJP ആണ് ഭരിക്കുന്നത്. PSC-യുടെ വിശ്വാസ്യത അങ്ങ് ദയവ് ചെയ്ത് തകർക്കരുത്. പക്ഷെ അങ്ങ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. പിൻവാതിൽ നിയമനമടക്കമുള്ള കാര്യങ്ങൾ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാത്തൊരവസ്ഥയുണ്ടാവുന്നു. ഇത് കേരളത്തിലും പെരുകുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നത്. കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഒഴുക്കിനെ തടയാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് സാർ? യൂറോപ്പിലേക്ക് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പോകുന്നതിന്റെ കാരണം എന്താ? കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല സംഘടന എന്താ കാര്യം? ഒറ്റ വാക്ക് ഉത്തരം പറയാം. SFI എന്ന് പറയുന്ന ഒരൊറ്റ സംഘടന, അതിന്റെ നേതാവായിരുന്നു. അതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. എന്തുകൊണ്ട് കുട്ടികൾ പാവപ്പെട്ടവന്റെ ഇപ്പോ നമ്മുടെ ബാങ്ക് ഇപ്പോ വിശദീകരിക്കുന്നു എനിക്ക് താല്പര്യമുണ്ട്. ഒരു നിമിഷം സാർ. അങ്ങ് പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഇത്രയും 35,000 ആളുകൾ പ്രതിവർഷം ശരാശരി യൂറോപ്പിലേക്കും കാനഡയിലേക്കും പോകുന്നത് SFI. ഒരു നിമിഷം സാർ, ഒരു നിമിഷം. അല്ല സാർ, ഒരു നിമിഷം. SFI കാരണമാണെന്നാണ് താങ്കൾ പറഞ്ഞത്. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കും. ഇവിടെ അറിയാമല്ലോ, നിരന്തര സമരങ്ങൾ. ഭരണത്തലവനായ ഗവർണറെ പോലും വഴി തടഞ്ഞു നിർത്തി. SFI-യുടെ 45 ക്രിമിനൽ കേസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു SFI-യിൽ ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് SFI വലിയ സംഘടന തന്നെയാണ്. പക്ഷെ ഇപ്പൊ അതാണ് അവസ്ഥ. 45 ക്രിമിനൽ കേസിലെ പ്രതിയാണ് SFI-യുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ. ഒരു വിദ്യാർത്ഥി സംഘടന, ഒരു ക്രിമിനൽ. കേരളം കണ്ട ഏറ്റവും വലിയ മഹാരാജാസ് കോളേജിൽ നടന്ന് നമ്മൾ കണ്ടതാണ്. വിദ്യ എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന നിരോധിച്ചാൽ എന്താണ്? കേരളത്തിലെ ചെറുപ്പക്കാർ കേരളം വിട്ടു പോകുന്നതിന് പിന്നിൽ SFI ആണ്. ആർഷോയുടെ പിന്നിൽ ക്രിമിനൽ കേസ് ഉള്ളതുകൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാർ അത് ഈ സംഘടന കേരളത്തിലെ കലാലയങ്ങളെ നശിപ്പിച്ചു. എങ്ങനെ? വിദ്യാഭ്യാസ നിലവാരം. ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ സംസാരിച്ചതിന്റെ ഒരു ഓഡിയോ പുറത്തു വന്നല്ലോ. A+ പറ്റി പറഞ്ഞു തരാം. ഞങ്ങളാരും അല്ലല്ലോ. ഈ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയാ, അയാളെ മുഖ്യമന്ത്രി വിളിച്ച് ശാസിച്ചാൽ മാപ്പ് പറഞ്ഞു. ഒരു സത്യം പറഞ്ഞു. കേരളത്തിലെ നശിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ. 10ാം ക്ലാസ് കഴിഞ്ഞവരാണ് IELTS പാസ്സായി യൂറോപ്പിൽ പോകുന്നത്. അയ്യോ, ഞാൻ പറഞ്ഞല്ലോ, A+ കിട്ടാത്തവർക്ക് എങ്ങനെ IELTS കിട്ടുക? A+ന്റെ അവസ്ഥ പറഞ്ഞ ആരാ? അവരെങ്ങനെ IELTS അവരെങ്ങനെ യൂറോപ്പിൽ പോകുന്നത്? അല്ലല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ കലാലയങ്ങളെ തീഷ്ണമായി സമരങ്ങൾ എന്ന് പറഞ്ഞിട്ട് അധ്യാപകർക്ക് സമാധാനമായി പഠിപ്പിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ വർഷം പ്രിൻസിപ്പൽമാർ ഈ 7.5 വർഷം സമയം കിട്ടും. പക്ഷേ ഒരു നിമിഷം നോക്കൂ ഉണ്ണികൃഷ്ണൻ, അങ്ങ് പറഞ്ഞത് SFI സമരം നടത്തിയിട്ടുണ്ട്. 7.5 വർഷം കേരളത്തിൽ SFI ആർക്കെതിരെ സമരം നടത്തി? ഭരിക്കുന്നത് CPM ആണ്. അവിടെ SFI സമരം ചെയ്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ പിള്ളേർ എങ്ങനെയാ യൂറോപ്പിലേക്ക് പോകുന്നത്? SFI കാരണമാണെന്ന് അങ്ങ് പറയുന്നത്. സർട്ടിഫിക്കറ്റിന് കടലാസിന്റെ വിലയില്ല. സർട്ടിഫിക്കറ്റ് അല്ലേ യൂറോപ്പിലേക്ക് പരിഗണിക്കുന്നത്? പലരും ഇനി പണി മേടിക്കുന്നുണ്ട്. കാര്യം ഞാൻ പറയാം. നമ്മൾ നിഖിൽ എന്ന് പറഞ്ഞ പയ്യന്റെ വ്യാജം ആരാ ജയിലിൽ പോയ യൂത്ത് കോൺഗ്രസിന്റെ അവർക്ക് സ്വന്തമായിട്ടല്ല
നാട്ടുകാർക്ക് അടിച്ചു കൊടുത്തു. LLB സർട്ടിഫിക്കറ്റ് കൊല്ലത്ത് ഉണ്ടാക്കുന്നു. നാട്ടുകാർക്ക് രാജസ്ഥാൻ ഇലക്ഷൻ കമ്മീഷന്റെ ID കാർഡ് ഉണ്ടാക്കുന്നു. കഞ്ചാവ് കടത്തുന്നു. ഒരു നിമിഷം രാഹുൽ. അതായത് വാദങ്ങൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൽ സോറി ഒരു നിമിഷം പ്ലീസ്. കേരളത്തിലെ നവകേരളത്തെ നിർമ്മിക്കാനുള്ള ഒരു സദസ്സ് നടക്കുമ്പോൾ നമ്മളിങ്ങനെ കാടടച്ച് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. ടു ദ പോയിന്റിലേക്ക് എത്തിയാൽ ഈ വരുന്നു സ്വപൻ നവകേരള സദസ്സിനെ നിങ്ങൾ എതിർക്കുന്നത് എന്ത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലാണ് എനിക്ക് ഉത്തരം വേണ്ടത്. നവകേരള സദസ്സിനെ നിങ്ങൾ എതിർക്കുന്നത് എന്തിന് കൃത്യമായി പറയൂ, സാധാരണക്കാർക്ക് മനസ്സിലാവുന്നു. നവകേരള സദസ്സ് തട്ടിപ്പായുണ്ട് എങ്ങനെ? എല്ലാ അർത്ഥത്തിലും. എന്തിനാണ് ഇത്, എന്തിനാണെന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു സാധാരണക്കാരന് നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ട് ഒരു നിവേദനം കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ അടുത്തോട്ടിയെല്ലാം പറ്റുമോ? എടാ, പരാതി പറഞ്ഞ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ശൈലജയോട് അദ്ദേഹം ചെയ്തു വിളിക്കുക. MP തോമസ് ചാഴിക്കാടൻ പാർലമെന്റ് മെമ്പർ പാലായിലെ ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞപ്പോ ഇതാവസ്ഥ. അപ്പൊ പിന്നെ അതാണ് ചോദ്യം. അതൊരു തെറ്റായ മെസ്സേജ് കൊടുക്കുന്നില്ലേ എന്നുള്ളതാണ്. ആ മറുപടി പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ നിലവിൽ ഈ പറഞ്ഞ കാര്യം കേന്ദ്ര സർക്കാർ മറുപടി പറഞ്ഞിട്ട് മതിയോ? കേന്ദ്ര സർക്കാർ ഇത് കൂടി ചേർത്ത് മറുപടി പറയാം. അതും കൂടെ കേട്ടോളൂ. ചോദ്യം ഞാൻ ഈ യൂറോപ്പിൽ പോകുന്ന കാര്യം ചോദിക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കേരളത്തില് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആകർഷകമായിട്ടുള്ള കോഴ്സുകളിൽ ആളുകളില്ല എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരികയാണ്. പരമ്പരാഗത മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി വളരെ ഗുരുതരമായ ഒരു നിങ്ങൾ എങ്ങനെയാണ് ഡോക്ടർ അരുൺ, SFIക്ക് അണികളെയും ലീഡേഴ്സിനെയും കിട്ടാത്ത കാലം കലാലയങ്ങളിൽ ഉണ്ടാകുന്നു. നിങ്ങൾ എങ്ങനെ അഭിസംബോധന? കോളേജ് യൂണിയനിലും ഇല്ല. അവരാണിപ്പോ സെനറ്റിലേക്ക് ഒരു കോളേജിലാണ്. കൊല്ലത്തിന് ശേഷം അവിടെ KSUവിന്റെ ചെയർമാൻ വിദ്യാർത്ഥി സംഘടനയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ RSP ആണ്. വിദ്യാർത്ഥി സംഘടനയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് അറിയാമോ? അത് നിങ്ങൾ എങ്ങനെയാണോ ഇന്ത്യയിൽ CPM എങ്ങനെയാണോ അതുപോലെയാണ് കേരളത്തിൽ RSP. അത്രേ ഉള്ളൂ. ഇന്ത്യയിൽ നിങ്ങൾ CPM എങ്ങനെയാണോ അതുപോലെയാണ് കേരളത്തിൽ RSP. എക്കാലത്തെയും ഒരു കോട്ടയം അവകാശപ്പെടുന്ന തിരുവനന്തപുരം ഗവൺമെന്റ് സർക്കാർ ലോ കോളേജില് ഇപ്പൊ ചെയർമാൻ KSU. മഹാരാജാസ് കോളേജ് ചെയർമാൻ KSU. ആലപ്പുഴ ജില്ലയിൽ സെന്റ് മൈക്കിൾസ് കോളേജ്, അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജ്, സെന്റ് അലോഷ്യസ് കോളേജ് ചെയർമാൻ അമ്പലപ്പുഴ. ചോദ്യത്തിന് മറുപടി ഒന്നുകൂടി പറയാം. അതൊന്ന് ഏറ്റവും ഒടുവിൽ പറയേണ്ടത് ശ്രീ സോമനും ശ്രീ ഉണ്ണികൃഷ്ണനും ചോദിച്ച സർക്കാർ കോളേജുകളിലടക്കം പ്രിൻസിപ്പൽമാരെ നിയമിക്കാൻ ഏറെ കാലതാമസം നേരിട്ട സാഹചര്യത്തിലാണ് നമ്മൾ ഈ ജനസദസ്സുമായി ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് പോകുന്നത്. അതിനടക്കം മറുപടി വേണം. ഒന്ന് രണ്ട് കാര്യം. ഒന്ന്, ആലപ്പുഴയുടെ ചർച്ച നടക്കുമ്പോൾ ആലപ്പുഴയുടെ വികസന പ്രവർത്തനങ്ങളെ പറ്റി ഇവരാരും തൊടുന്നത് പോലും ഇല്ല. അതിലൊന്നാണ് മാക്കേക്കടവ് നേരേക്കടവ് പാലം പൂർത്തീകരിച്ചില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ മാക്കേക്കടവ് നേരേക്കടവ് പാലം തുടങ്ങിയതെന്ന് LDF സർക്കാരിന്റെ കാലത്താണ്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അത് കേസ് ഹൈക്കോടതിയിൽ കേസ് പോയി ആ കേസിന്റെ ഭാഗമായി കാലതാമസം വന്നാണ്. ഇപ്പൊ ആ കേസ് കഴിഞ്ഞു. അത് അല്ല രാഹുൽ കള്ളം പറയരുത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ് പാലത്തിന്റെ പണി തുടങ്ങിയത്. സർക്കാർ മാറിപ്പോയി. MRFന്റെ ഫണ്ടിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് പൈസ തുടങ്ങുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. പൂർത്തീകരിക്കട്ടെ ഡോക്ടർ അരുൺ ദിവസം ഇവരാരും പത്രം വായിക്കാത്തവരൊന്നുമല്ല, പക്ഷെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതിന്റെ കാര്യങ്ങൾ പുറത്തു വന്നത്. കേസ് പൂർത്തീകരിച്ചു. അവിടെ റീടെൻഡർ, പഴയ ടെൻഡറിലാണ് ഇപ്പോ കരാറുകാരൻ എടുത്തിരിക്കുന്നത്. ആ ടെൻഡർ പുതുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പുതുക്കി നിശ്ചയിച്ചു. വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ആ പാലം പണി പൂർത്തീകരിക്കുമെന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തിയും മാധ്യമങ്ങളിലൂടെ എല്ലാം പുറത്തു വന്നു. എന്നിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ പെരുമ്പളം, ഞാൻ പറഞ്ഞോട്ടെ, ആലപ്പുഴ ജില്ലയിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, മാക്കേക്കടവ് നേരേക്കടവ് സർക്കാർ കല്ലിടാൻ ഒരുപാട് സ്ഥലം ഫണ്ട് അനുവദിച്ചു പണി തുടങ്ങിയത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. ഫണ്ട് അനുവദിച്ചിട്ട് ശേഷമാണ് സർക്കാർ മാറിയത്. നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്താവുന്നേ ഉള്ളൂ. ഒരു കാര്യം, ഇതേ മണ്ഡലത്തിൽ, അരൂർ മണ്ഡലത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വകയിരുത്തിയ ഒരു പാലം ഇപ്പൊ പണി നടക്കുന്നുണ്ട്. എവിടെയാണെന്നറിയാവോ? വേമ്പനാട് കായലിന് നടുക്കുള്ള ദ്വീപ്, ഏതാ, പെരുമ്പളം ദ്വീപ്, ഒരു പഞ്ചായത്താണ്.
12,000 ജനങ്ങളാണ് അവിടെ അധിവസിക്കുന്നത്. അവർക്ക് വേണ്ടി 100 കോടി രൂപ, അവർ ബോട്ടിലാണ് സഞ്ചരിച്ചിരുന്നത് പുറത്തേക്ക് വരാൻ. എറണാകുളം ജില്ലയിലേക്കോ ആലപ്പുഴയിലേക്കോ വരണമെങ്കിൽ അവർക്ക് ബോട്ടിൽ വരണം. അവിടെയാണ് ഇവിടെ പാലം പണി പൂർത്തീകരിച്ച് അടുത്ത ഏപ്രിൽ മാസം ഉദ്ഘാടനം നടക്കാൻ പോവാണ്. അവിടെ ചെന്ന് ഡോക്ടർ അരുൺ വന്ന് നോക്കിയാൽ മതി. ഡോക്ടർ അരുൺ എന്നോടൊപ്പം വന്നാൽ ഞാൻ കൊണ്ടുവന്ന് കിഫ്ബി ഫണ്ട് എങ്ങനെ എ കെ ആന്റണി ആകുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കിഫ്ബി ഫണ്ടിൽ 100 കോടി അനുവദിച്ച പാലാണ്. പെരുമ്പളം ജനങ്ങൾ കേൾക്കരുത്. ആരിഫ് MLA ആയിരുന്നപ്പോ രാഹുൽ സത്യം കൊണ്ട് പറയണം, ആ പാലത്തിന് ഉദ്ഘാടനം നടത്തിയതാരാ? ഉദ്ഘാടനം ആര് നടത്തി? പിണറായി വിജയൻ. സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. പാലത്തിന്റെ തറക്കല്ലിട്ട് ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാമല്ലോ, മാധ്യമങ്ങളിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ? അല്ല, അവിടെ ഷാനിമോൾ ഉസ്മാൻ MLA ആയിരുന്നിട്ട് അത് പറഞ്ഞ് നടക്കില്ല എന്നാണ്. അതിനുശേഷം MLA ആയിട്ട് വന്നു. ഇത് ഷാനിമോൾ ഉസ്മാൻ അല്ല പറയുന്നേക്ക്, കുറച്ചു കാലം അവിടെ MLA ആയിരുന്നല്ലോ. MLA ആയിരുന്ന സമയത്ത് പറഞ്ഞു ഇത് നടക്കാൻ പോകുന്നില്ല, ഇത് വെറുതെ പ്രഖ്യാപനം മാത്രമാണ്. പക്ഷെ അത് നടത്തി പൂർത്തീകരിച്ചു. ഇവിടെ LDF-ന്റെ MLA ആണ് ഇപ്പൊ അവിടെ പ്രവർത്തിക്കുന്നത്. ആ പാലം മാത്രമല്ല, കേരളത്തിലും ഇപ്പൊ കൊല്ലം ജില്ലയും ആലപ്പുഴ ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സോമൻ ചേട്ടൻ അറിയാം, ഹരിപ്പാട് മണ്ഡലത്തിലെ ആളാണല്ലോ. അവിടെ ഒരു പാലം, കടലിന് സമാന്തരമായിട്ട് ഏറ്റവും മനോഹരമായ ഒരു പാലം പണിത് പൂർത്തീകരിച്ചല്ലോ. ആ പാലവും കിഫ്ബി ഫണ്ടിന്റെ ഭാഗമായിട്ടാണ്. ആലപ്പുഴ ജില്ലയിൽ എത്ര മനോഹരമായ റോഡുകൾ, പാലങ്ങൾ, നമ്മുടെ ഈ തൊട്ടുമുകളിലൂടെ പോകുന്ന നാഷണൽ ഹൈവേ, ഈ ബൈപ്പാസ് 80 അല്ല പറയട്ടെ, അല്ല അതും കൂടെ പറയട്ടെ, അത് ഞങ്ങൾ കാരണം പറയാം, അതും പറയാം. 1970 തുടങ്ങിയതാ. 1900 അല്ല ഞാൻ പറഞ്ഞോട്ടെ, 1970 തുടങ്ങി. 70 തുടങ്ങി. അത് പലതവണ ഇവിടെ മന്ത്രിമാരായി പറഞ്ഞ എ കെ ആന്റണിയും വയലാർ രവിയും KC വേണുഗോപാലും എല്ലാം കേന്ദ്രമന്ത്രിമാരായി. ഇവിടെ UDF ഗവൺമെന്റ് വന്നു, ഒരു പണിയും നടന്നില്ല. LDF ഗവൺമെന്റ് വന്നു, കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞു പകുതി നിങ്ങൾ എടുക്കണം, പകുതി പൈസ ഇട്ടാലേ പണി നടത്തുമെന്ന് പറഞ്ഞു. പകുതി കൊടുക്കാന്ന് പറഞ്ഞു. 174 കോടി രൂപ ഇതിനുവേണ്ടി മാറ്റി വെച്ചു. 348 കോടി രൂപയാണ്. 348 കോടി രൂപ. ഒരു സത്യസന്ധമായ കാര്യങ്ങൾ 348 കോടി രൂപ. ഈ നമ്മുടെ മുന്നിൽ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാലം, അതിനകത്തൊരു വസ്തുതാപരം പരിശോധിക്കാം. ഞാൻ കള്ളത്തരം ഇത് പരിപാടി ധാരാളം ആളുകൾ കേൾക്കുന്നു. ഇത് നമ്മൾ ഈ ചർച്ച കഴിഞ്ഞ് പോകുമ്പോഴേക്കും ട്രോളുകളായി വരും. അതുകൊണ്ട് സത്യസന്ധം കേൾക്കൂ. ഒരു നിമിഷം സാർ. അതുകൊണ്ട് ഈ കാണുന്ന പാലം കോടി കേരള ഗവൺമെന്റ്, നമുക്ക് ചോദിക്കാം. കോടി മറ്റ് അതായത് ഈ ദേശീയപാത കാര്യങ്ങൾ ഇത് പരിശോധിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് അനുവദിച്ചത്. പകുതി സംസ്ഥാന ഗവൺമെന്റും പകുതി കേന്ദ്ര ഗവൺമെന്റ് എന്നുള്ള പാക്കേജ് കൊണ്ടുവന്നു. സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് പണം. അതായത് ഈ ദേശീയപാതയ്ക്ക് പകുതി 174 കോടി അനുവദിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. തീർച്ചയായിട്ടും കേരളം കണ്ടുപിടിച്ചത് അതല്ല, തിരിച്ചാണെങ്കിൽ കേരളം കണ്ടുപിടിച്ചത് കിഫ്ബിയാണെന്ന് വരെ പറഞ്ഞു. പക്ഷെ ഫണ്ട് അനുവദിച്ചത് അതിന് മുമ്പല്ലേ? അല്ല, 348 കോടി രൂപയാണ് ഇതിനു വേണ്ടി ഫണ്ട് വേണ്ടി വന്നത്. പകുതി പൈസ സംസ്ഥാന ഗവൺമെന്റ് വഹിക്കണം പറഞ്ഞു. ഏത് സംസ്ഥാന ഗവൺമെന്റിന്റെ കാലത്ത് 2021 ജനുവരി മാസം 28-ാം തീയതിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഹൈവേ ആയിട്ടാണ് ഇത് പൂർത്തീകരിച്ചത്. പദ്ധതിയാണത്. അദ്ദേഹമാണ് വർഷങ്ങളായി മുറുകി കിടന്നു. CPM-ന്റെ MP ഡോക്ടർ മനോജ് 5 വർഷം പോയി. അതിന് മുമ്പ് ഇത് കിഫ്ബി ഫണ്ടാണോ? അല്ല. ഇത് കിഫ്ബി ഫണ്ടാണോ? ശ്രീ സോമൻ, ഇത് കിഫ്ബി ഫണ്ടാണോ? ഈ 174 കോടി കിഫ്ബി ഫണ്ടാണോ? 170 കിഫ്ബി ഫണ്ടാണോ? ഒരു നിമിഷം ചേട്ടാ പറഞ്ഞു. 40 കൊല്ലം BJP വേണ്ടി വന്നു. ഉണ്ണികൃഷ്ണന്റെ UDF-ന്റെ ചലഞ്ച്, BJP-യുടെ ചലഞ്ച്
നിങ്ങൾക്ക് ഞാൻ ഈ ചോ- പാലം സർ, എന്റെ- ഒരു എന്റെ നിമിഷം, ഒരു താങ്കൾ challenge പറഞ്ഞതാണ് എന്റെ ഒരു challenge ഈ പാലം കിഫ്ബിയുടെ ഫണ്ടാണെന്ന് നിങ്ങൾ ചലഞ്ച് ഏറ്റെടുക്കും. ഞാൻ ചോദിച്ചോട്ടെ, ആ. 174 കോടി രൂപ പറയാം. അല്ല ഒറ്റ വാക്കിൽ ഉത്തരവാദം പറയാനല്ല എനിക്ക് പറയാനുള്ള ഞാൻ പറയും. പാലം ഒന്ന് മാത്രം പറഞ്ഞാൽ 174 കോടി രൂപ ഇതിനു വേണ്ടി കേരളം കണ്ടുപിടിച്ച കിഫ്ബി. വെച്ചിട്ടുണ്ടോ ഇല്ലെന്ന് ബിജെപിയുടെ പ്രതിനിധി പറയട്ടെ. 25 കോടി രൂപ ഗവൺമെന്റ് ആണ് ധോണി പണം അനുവദിച്ചത്. ജി സുധാകരൻ ശരി. ജി സുധാകരൻ മന്ത്രി കൂടിയാണ്. എനിക്ക് ഓഡിയൻസിന്റെ കൂടി ഒരു പ്രതികരണം കൊടുക്കണം. ഇവിടെ ഈ പറയുന്ന KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, വയലാർ രവി, കാലഡസൻ മന്ത്രിമാരി കേരളത്തിലുണ്ടായിരുന്നല്ലോ. എത്ര കാലം കഴിഞ്ഞിട്ടാ ഇത് പൂർത്തീകരിച്ച് ആളുകൾക്ക് തുറന്നു കൊടുത്തത്? അത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. അതിനുശേഷമാണ് അത് മറച്ചു വെച്ചിട്ട് ഞങ്ങൾക്ക് എന്നാണ് കിബി വന്നത്? ഏത് ബഡ്ജറ്റിലാണ് കിബി പ്രഖ്യാപിച്ചത്? എന്നിട്ട് പറയാണ് കിബി. അതായത് അനിൽ ആന്റണിയുടെ അച്ഛൻ പോലും മന്ത്രിയായിട്ടൊന്നും നടന്നിട്ടില്ലെന്നേ. അനിൽ ആന്റണിയുടെ അച്ഛൻ മന്ത്രിയായിട്ട് ക്യാബിനറ്റ് മന്ത്രി, വയലാർ രവി ക്യാബിനറ്റിൽ, ഇവരെല്ലാവരും ഈ ആലപ്പുഴക്കാര്, ഇവിടെ നിന്നുള്ള MP മന്ത്രി, എന്നിട്ട് ഇത് കാണാതെ പോയവര് നിതിൻ ഗഡ്കരിയാണ്. വന്ന് നരേന്ദ്രമോദി വന്ന സമയത്ത് വികസനത്തിന് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ലെന്നേ. രാഷ്ട്രീയമില്ല വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കില്ല. അതിവേഗതയിൽ ഇപ്പൊ ദേശീയപാതയുടെ ഞാനിപ്പോ ഡോക്ടർ അരുണെ ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞു. ഈ രാഹുല് പെരുമ്പളത്തിന്റെ പാലത്തിന്റെ കാര്യം പറഞ്ഞു. പെരുമ്പളത്തിന്റെ പാലത്തിന്റെ കാര്യം പറഞ്ഞു. നോക്കൂ, ഇവിടെ ഭൂമി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് പോയി എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ തെക്കുവടക്ക് ആവശ്യത്തിന് ദേശീയപാതയ്ക്ക് സ്ഥലം എടുത്തിട്ട് ഒരു കേസും പോകാത്ത തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ച സമയത്ത് തടസ്സം കൂടാതെ നടന്നു. ഒരു സംശയം, ഈ പാലത്തിന് പകുതി പണം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ തന്നിട്ടുണ്ടോ ഇല്ലയോ? ഇല്ലാന്ന് അത് അല്ലല്ല, ഞാൻ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിനെ കുറിച്ചല്ല. ഞാൻ ആരോട് ഉന്നയിച്ച വിഷയം പൈസ കൊടുത്തോണ്ടാണ് പറയുന്ന പോലല്ല. നേരെ പകുതി പണം സംസ്ഥാന സർക്കാർ കൊടുത്തോ ഇല്ലയോ? ഉണ്ടെങ്കിൽ നല്ലതിനാണ്. സമ്മതിച്ചു ഉണ്ടെങ്കിൽ നല്ലതിനാണ്. അത്രേ ഉള്ളൂ. അതല്ല, നേരെകടവ് മാക്കേക്കടവ് പാലം ഇപ്പൊ എന്താണ് രാഹുൽ പറഞ്ഞെന്താണ്? ഇനി പുതുക്കിയ കരാർ വിളിച്ചിട്ട് അത് ടെൻഡർ ഉയർത്തി കൊടുക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. നമ്മുടെ സംസ്ഥാന ഖജനാവ് കാലിയാവുന്നതിന്റെ പല മാർഗങ്ങളിൽ ഒന്നാണിത്. പണി ആരംഭിക്കുന്നു, ഇടയ്ക്ക് ഉപേക്ഷിക്കുന്നു, വീണ്ടും പുനർ ടെൻഡർ നടത്തുന്നു, തുക ഉയർത്തി കൊടുക്കുന്നു. ശരിയാണ്. സൊസൈറ്റിയുടെ കാര്യം വരുമ്പോൾ ടെൻഡർ ഇല്ല. മനസ്സിലായല്ലോ? നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പുരാളങ്കൽ സൊസൈറ്റി CPM-ന്റെ ബിനാമി സൊസൈറ്റിയായ കള്ളപ്പണം വെളുപ്പിക്കുന്ന സൊസൈറ്റിയായ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കാര്യം വരുമ്പോ ടെൻഡർ ഇല്ല. അവർക്ക് സർട്ടിഫൈഡ് അല്ലേ? നമ്മൾ നാട്ടിൽ നടക്കുന്നത് പണി നിർത്തിവെച്ചതിന് ശേഷം എസ്റ്റിമേറ്റ് എമൗണ്ട് കൂട്ടിക്കൊടുത്തതാണ്. ഞാൻ ചോദിക്കട്ടെ, 1000 പ്രാവശ്യം പറഞ്ഞാൽ ഇതിന് കിഫ്ബി ഫണ്ടെന്ന്. ഈ കിഫ്ബി പറഞ്ഞോണ്ട് സത്യത്തിൽ ഇപ്പൊ ഈ കേരളത്തിന്റെ അന്തകനായതാരാ? ഈ കിഫ്ബി എന്ന് പറയുന്നത് എല്ലാ സാമാന്യ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള കടമെടുപ്പ്. ഇപ്പൊ എന്തുകൊണ്ട് കടമെടുപ്പ് പറ്റുന്നില്ല? ഇപ്പോഴത്തെ ഈ രണ്ടാം പിണറായി സർക്കാരിലെ ധനമന്ത്രി ബാലഗോപാൽ, അദ്ദേഹത്തോട് അടുപ്പമുള്ളവരോട് ചോദിച്ചറിയാം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് കിഫ്ബിയുടെ പേരിൽ തോമസ് ഐസക് വാങ്ങിക്കൂട്ടിയ കടത്തിന്റെ ബാധ്യതയാണ് ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദുര്യോഗം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 4 മാസമായി പെൻഷൻ കൊടുത്തിട്ട് 4 മാസമായി പാവങ്ങളുടെ 2 രൂപ പെട്രോളിന് സെസ്സിനും കർണാടകത്തിൽ ഒരു ലോറി നമ്മൾ അതിർത്തി കഴിക്ക് അപ്പുറത്തുനിന്ന് ഡീസൽ ഫുൾ ടാങ്ക് അടിക്കുമ്പോ 8500 രൂപ കുറവാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ? കേന്ദ്രത്തിനെതിരെ ഒരു വാക്കുപോലും പറയാതിരിക്കാനുള്ള ജാഗ്രത താങ്കൾ കാണിക്കുന്നത്. പെട്രോളിന്റെ ഡീസലിന്റെ വില കൂട്ടിയതാരേ സാർ? അല്ലല്ല, 2 രൂപ കേരളത്തിൽ മാത്രം. അല്ലല്ല, എന്തിനാണ് കേരളത്തിൽ ഞാൻ എന്നെ പറയാൻ ചോദിക്കൂ. 2 രൂപ കേരളത്തിൽ മാത്രം സെസ് ഏർപ്പെടുത്തിയപ്പോ ധനമന്ത്രി പറഞ്ഞെന്തുകൊണ്ടാ? ഇത് നമുക്ക് പെൻഷൻ കൊടുക്കണം. ഇപ്പൊ എത്ര മാസമായി? ഓണം വന്നപ്പോ 2 മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു, കൊടുത്തു. ഇപ്പൊ 4 മാസമായിട്ട് പെൻഷൻ ഇല്ല. അറിയാമോ? ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ബ്രെഡ് വിതരണം നിർത്തി. ഈ മെഡിക്കൽ കോളേജ് ഉണ്ടായ കാലം മുതൽ പാവപ്പെട്ട രോഗികൾക്കും അവരുടെ കൂടെ ഇരിക്കുന്നവർക്കും ബ്രെഡും പാലും കൊടുത്തോണ്ടിരുന്ന 20 ലക്ഷം രൂപ മോഡേൺ ബ്രെഡ് കമ്പനിക്ക് കൊടുക്കാനില്ല. ആ അവസ്ഥയിലാ ഖജനാവിന്റെ അവസ്ഥ. നമ്മള് ഈ യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് വാഴ്ത്തുപാട്ടുമായിട്ട് പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ട്
പാട്ട് പാടി ശരി, ശരി, രാഹുൽ. കിഫ്ബിക്കെതിരെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. രണ്ടുപേരുടെയും സമീപനം കണ്ടല്ലോ. എന്താ കിഫ്ബി കടമെടുക്കൽ പരിധിയിലേക്ക് കൊണ്ടുവന്നത്? കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നടത്തുന്നത്. ആലപ്പുഴ ജില്ല, ഞാൻ പറഞ്ഞോട്ടെ, ആലപ്പുഴ ജില്ലയിൽ ഇവർ ഈ പറഞ്ഞ ഞാൻ ഈ 1-2 കാര്യങ്ങളെ ഇവിടെ സൂചിപ്പിച്ചുള്ളൂ. അരൂർ മണ്ഡലത്തിൽ ഏറ്റവും വടക്കേറ്റത്ത് തുറവൂർ ആശുപത്രി ഒരു അമ്പരചുംബിയായ ഒരു കെട്ടിടം അവിടെ പണിഞ്ഞു വരുന്നുണ്ട്. അവിടെ ഇപ്പൊ ഡയാലിസിസ് സെന്റർ ആണ്. 20,000 ഡയാലിസിസ് ഇപ്പൊ ഇതിനോടകം നടത്തി കഴിഞ്ഞു അരൂർ താലൂക്ക് ആശുപത്രിയിൽ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, കേന്ദ്ര ഫണ്ടൊന്നുമില്ല. കേന്ദ്ര ഫണ്ട് എത്രയാ ഇപ്പൊ ഇവര് പറയുന്ന കേന്ദ്ര ഫണ്ട്? 2 കാര്യം. ഒരു കാര്യം, ഇവിടെ ഇപ്പൊ ഇവര് പറഞ്ഞല്ലോ, ഇവിടെ ബി ജെ പിയുടെ ആവശ്യം. പറയട്ടെ, ബി ജെ പി ഇപ്പൊ രണ്ടുപേരുടെ സ്വരം ഒന്ന് തന്നെയാണ്. ബി ജെ പി പറയുന്നതും UDF പറയുന്ന ഒരേ കാര്യം തന്നെ. ഞാൻ പറയുന്നത് ബി ജെ പി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ തടഞ്ഞു വെക്കാനാണ് ഇവർ ആലോചിക്കുന്നത്. എന്താ, പെൻഷൻ കൊടുക്കാൻ പാടില്ല? പെൻഷൻ കൊടുത്ത ജനങ്ങളെല്ലാം അതും പറയാം. അതിലേക്ക് വരാം 1600 രൂപ പെൻഷൻ ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ കുടിശ്ശികയാണെന്ന്. 2 മാസം കുടിശ്ശിക വന്നപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഇവിടെ 18 മാസം പറഞ്ഞോട്ടെ വിതരണം ചെയ്തു തുടങ്ങി. ഇവിടെ വിതരണം ചെയ്തു. നിങ്ങൾ പറയുന്നേക്ക്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, പറയാനേക്ക്. ഇവിടെ 18 മാസം കുടിശ്ശികയായിരുന്നു UDF ഭരിക്കുമ്പോൾ. 600 രൂപ പെൻഷൻ. LDF ഗവൺമെന്റ് വന്നപ്പോൾ നമുക്കെല്ലാം അറിയാം 1600 രൂപ വരെ ആക്കി. 1600 രൂപയാക്കി. ഇവർ പറയുന്ന ഒരു കാര്യം, കേന്ദ്ര ഗവൺമെന്റ് ആണ് പെൻഷൻ കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പെൻഷൻ എത്രയാ? ഒന്ന് ഈ സോമൻ ചേട്ടൻ ഒന്ന് പറഞ്ഞിട്ട്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്നത് 200 രൂപയാ. 200 രൂപ. 80 വയസ്സ് കഴിഞ്ഞവർക്ക് 500 രൂപ. ഇവിടെ വികലാംഗ പെൻഷൻ കൊടുക്കുന്നത് 300 രൂപയാ. ഇവിടെയാണ് 1600 രൂപ കേരളത്തിലെ ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുന്നത്. അവരുടെ പറയുന്നത് പിന്നെ ലൈഫ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പല പെൻഷനുകളായി 6000 പല പെൻഷനുകളിലായി 6000 രൂപയോളം പെൻഷൻ മേടിച്ചിരുന്ന പാവങ്ങൾക്കാണ് തോമസ് മാസം പല പെൻഷൻ ഏകീകരിച്ച് 1000 ഒരു മാസം പല വിധവാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ക്ഷേമ പെൻഷൻ, പിന്നെ കർഷക തൊഴിലാളി പെൻഷൻ, ഇതെല്ലാം കൂടെ അല്ല ഒരു വ്യക്തിക്ക് ഇതെല്ലാം കിട്ടുമായിരുന്നു. കർഷക പെൻഷൻ എത്രയാ ഉമ്മൻചാണ്ടിയുടെ കാലത്ത്? ഏറ്റവും കൂടുതൽ കൊടുത്തത് എവിടെയാ? ക്ഷേമ പെൻഷനുകളെ ഏകീകരിച്ച് അതുപോലെ കൃത്യമായി കൊടുക്കാൻ പറ്റുന്നില്ല. ആയിക്കോട്ടെ, അങ്ങ് പറഞ്ഞല്ലോ 6000 രൂപ കിട്ടി, അത് അങ്ങ് പിൻവലിക്കണം. 6000 രൂപ കിട്ടി നാട്ടുകാർ പേരിക്കും ശരിക്കും ഉള്ളതാണെന്ന്. അങ്ങനല്ല, മൊത്തം കൂടി നോക്കുമ്പോ അതിൽ തന്നെ ഇത്രയും പെൻഷൻ ഒരുമിച്ച് കിട്ടിയത് 5 ലക്ഷം. ഈ ബഡ്ജറ്റിൽ പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് ഏർപ്പെടുത്തിയപ്പോൾ ധനമന്ത്രി പറഞ്ഞെന്തോ ബഡ്ജറ്റ് പ്രസംഗത്തിൽ, അത് നമുക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് മുടങ്ങാതെ കൊടുക്കുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു നിർമ്മാണ തൊഴിലാളികളുടെ ഒരു ജാഥ നടത്തി. കെട്ടിട നിർമ്മാണ മേഖലയിൽ അവരുടെ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് 12 മാസമായി. അത് ശരിയാ, 11 മാസം, ഇപ്പൊ 12 മാസമായി, 1 കൊല്ലമായി. അത് മാത്രമല്ല, ഇവിടെ ക്ഷേമ പെൻഷന്റെ കാര്യം പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ഷേമ പെൻഷൻ 200 രൂപയും 300 രൂപയും കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് 1600 കൊടുക്കുമ്പോൾ അത് ഞങ്ങളുടെ പെൻഷൻ ആണെന്ന് പറയുന്നത്. അതിനകത്ത് 200 രൂപ 300 രൂപ ഇവരുടെ വിഹിതം, ബാക്കി കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ്. 8 ലക്ഷത്തിൽ താഴെ 6 ലക്ഷമാണ്. 64 ലക്ഷം പറഞ്ഞോട്ടെ. അത് സമ്മതിക്കണം. കേന്ദ്ര വിഹിതം 200 രൂപയാണ്. എത്ര പേർക്ക്? കേന്ദ്ര വിഹിതം 200 രൂപ. എത്ര പേർക്ക്? കേന്ദ്ര വിഹിതം 200 രൂപയാണ് കൊടുക്കുന്നത്. അവിടെയാണ് 1600 രൂപ. 1600 200 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നമുക്ക് ഇവിടെ ആലോചിച്ചാൽ മനസ്സിലാവും. പിന്നെ വേറെ കാര്യം, ഈ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കടലോരമുള്ള പ്രദേശമാണ് ആലപ്പുഴ ജില്ല. 13,286 കോടി രൂപ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. 13,286 കോടി രൂപ കേന്ദ്ര സർക്കാർ
ഈ സമൂഹത്തിന്റെ ജീവിത പുരോഗതിക്ക് വേണ്ടി, അവരുടെ തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടി മത്സ്യബന്ധന ഉപകരണങ്ങൾ വാങ്ങാൻ അനുവദിച്ചിട്ട് സംസ്ഥാന സർക്കാർ എത്ര കോടി ചെലവഴിച്ചു എന്ന് രാഹുൽ പറയട്ടെ, അങ്ങ് അന്വേഷിക്കൂ. ഇവിടെ ഇവർ പറഞ്ഞല്ലോ, സെസ് ഏർപ്പെടുത്തിയ കാര്യം കൂടെ പറഞ്ഞു, പെൻഷൻ. അതുകൂടെ ഞാൻ പറയാം. ഡോക്ടർ അരുണിന് തന്നെ അറിയാം പെൻഷൻ കൊടുക്കാൻ കേരളത്തിൽ എത്ര രൂപ വേണ്ടി വരും. 900 കോടി രൂപ വേണം. ഈ സെസ് ഏർപ്പെടുത്തി എല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ എത്ര രൂപ വരും? 750 കോടി രൂപ വരും. ഇത് ഒരു തരത്തിൽ ഒരു വർഷം വരുന്നു. ഒരു മാസം 900 കോടി വേണം പെൻഷൻ കൊടുക്കാൻ. ഇതിൽ നിന്നെല്ലാം സമാഹരിച്ചു പെൻഷൻ ഫണ്ട് അല്ല പെൻഷൻ കമ്പനി രൂപീകരിച്ചു. അതും കടമെടുക്കൽ പരിധി വെച്ചു. എന്താ പെൻഷൻ കൊടുക്കാൻ പാടില്ല, അതും കടമെടുക്കൽ പരിധി വെച്ചു. അല്ല പറയാം കടമെടുക്കൽ പരിധി വെച്ചു. നിങ്ങൾ കടമെടുക്കൽ പരിധി വെച്ചതാണ്. ഇവിടെ UDF ഭരിക്കുമ്പോ ഞാൻ പറഞ്ഞോട്ടെ, അല്ല രാജ്യത്തെ ഒരു സംസ്ഥാനങ്ങൾക്ക് ഈ പരിധിയില്ലേ? രാജ്യത്തെ ഒരു സംസ്ഥാനങ്ങൾക്ക് ഈ പരിധിയില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന സംസ്ഥാനം കേരളമാണോ? അത് പറ. ഞാൻ ഒരു അങ്ങോട്ട് ചോദിക്കട്ടെ. ആണോ? ആയിരിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന സംസ്ഥാനം കേരളമല്ല. ചർച്ച ചെയ്യുന്നത് ഞാൻ പറയട്ടെ, ഈ ഒന്നാം പിണറായി സർക്കാർ വരുമ്പോ 1.5 ലക്ഷം കോടി രൂപയായിരുന്നു കേരളത്തിന്റെ കടം. ശരി, ഇപ്പൊ എത്രയാണ്? ഇപ്പൊ 3.5 ലക്ഷം. 2 ലക്ഷം കോടി രൂപ 7.5 കൊല്ലം കൊണ്ട് കടം മേടിച്ച ആളുകളാണ് പറയുന്നത് ഞങ്ങളിപ്പോ കേരളത്തെ ഒരു നവകേരളം സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. ഇപ്പൊ എന്ത് പറ്റി? മറുപടി കൂടി കേൾക്കണം. ഒറ്റ മിനിറ്റ് ഇടപെടരുത്. അതിനെ കൂടി മറുപടി പറഞ്ഞു. ഒറ്റ മിനിറ്റ്. ഇവിടെ കടമെടുക്കൽ പെൻഷൻ കമ്പനി ഇത് പെൻഷൻ കൊടുക്കാൻ വേണ്ടി സർക്കാർ പ്രത്യേകം തയ്യാറാക്കിയതാണ്. അത് കടമെടുക്കൽ പരിധിയിലേക്ക് വെച്ചു. വേറൊരു സംസ്ഥാനത്തിനും ഇല്ല. ഇതെല്ലാം കടമെടുക്കൽ പരിധി വെച്ചു. കടമെടുക്കുന്ന പരിധി വേറൊരു സംസ്ഥാനത്തിനും ഇല്ല. ഇവിടെ കേരളത്തിൽ ഇപ്പൊ തീരദേശ മേഖലയിലെ പറഞ്ഞു, തീരദേശ ജനതയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് വകയിരുത്തിയ ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. പുനർഗേഹം പദ്ധതി ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ, പുനർഗേഹം പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആണോ? കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. പറയട്ടെ ഓരോന്ന് പറയട്ടെ ചേട്ടാ, പറഞ്ഞിട്ട് പറയാം. ഓരോന്ന് പറയട്ടെ. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ആലപ്പുഴ ജില്ലയിൽ മാത്രം വീട് വരുന്നത്. ഇവിടെ അല്ല, എന്റെ കൂടെ ഞാൻ കാണിച്ചു തരാം. എന്റെ കൂടെ ഈ ചർച്ച കഴിഞ്ഞ് എന്നോടൊപ്പം വന്നാൽ ബിജെപിയുടെ പ്രതിനിധിയെയും UDFന്റെ പ്രതിനിധിയെയും റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധിയെയും എന്നോടൊപ്പം വന്നാൽ ഈ ചർച്ച കഴിഞ്ഞാൽ അവരുടെ വീടുകളിലേക്ക് ഞാൻ കൊണ്ടുപോകാം. തീരദേശത്ത് ഞാൻ കൊണ്ടുപോകാം. നിങ്ങൾ എന്റെ കൂടെ ഞാൻ കൊണ്ടുപോകാം. പിന്നെ മറ്റൊന്ന്, ഇവിടെ തീരദേശത്ത് ഇവിടെ കടൽക്ഷോഭം ഉള്ള സ്ഥലങ്ങളാണ് ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ. ഇവിടെ പുലിമുട്ടുകൾ സ്ഥാപിച്ചു. എല്ലാ പ്രദേശത്തും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് തന്നെ പുലിമുട്ടുകൾ സ്ഥാപിച്ച് കടൽക്ഷോഭം തടയുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തി. ചെല്ലാനത്ത് ഇപ്പോ ആലപ്പുഴ ജില്ലയുടെ തൊട്ടതിർത്തിയാണല്ലോ ചെല്ലാനം. ടെട്രാപാഡുകൾ ഉപയോഗിച്ച് അവിടെ കടൽ കയറാത്ത നിലയിലേക്ക് മാറി. അതേ മാതൃകയിൽ ടെട്രാപാഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പറയാം 13,000 കോടി. ഇത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും എല്ലാ സഹകരണത്തോടു കൂടിയാണ് കേന്ദ്ര ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം ചെയ്യുന്നത്. അല്ലെന്ന് പറയോ? അല്ല ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഒന്ന് പ്രതികരണം കൂടെ എടുത്തിട്ട് വരാം. നവകേരള സദസ്സുകൊണ്ട് ഒരു പ്രയോജനമില്ല. മൊത്തം ദൂരത്തായതുകൊണ്ട് തന്നെ. മൊത്തം ദൂർത്താണ്. എന്താ അങ്ങനെ ദൂരത്താണെന്ന് തോന്നാൻ കാരണം? എന്താ സാധനങ്ങളുടെയൊക്കെ വില, ഈ സാധനങ്ങളുടെ വിലയും എല്ലാം നികുതി എല്ലാം മേടിച്ചെടുക്കുക. ഇവർ എന്നിട്ട് നിയമസഭയെ കൂടേണ്ട സമ്മേളനങ്ങൾ പല സ്ഥലത്ത് പോയി കൂടുന്നു, ആഡംബരമായിട്ട് ഫുഡ് കഴിക്കുന്നു. ആരുടെ പരാതി മേടിക്കുന്നു ഇവര്? ഏത് ഒഫീഷ്യൽസ് പരാതി മേടിക്കുന്നു? ഉദ്യോഗസ്ഥന്മാര് പരാതി വാങ്ങിക്കുന്നുണ്ട്. ഇതിനെന്നും പരിഹാരം എന്റെ കൂടെ ഞാൻ കാണിച്ചു തരാം. പുനർഗേഹം പദ്ധതിയിൽ ഈ ആലപ്പുഴ അരൂര് മുതൽ നമ്മുടെ ഞാൻ കാണിച്ചു തരാം. എന്റെ കൂടെ വാ, നിങ്ങൾ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. ഞാൻ ധൈര്യത്തോടെ അല്ലേ വിളിക്കുന്നത്, ഞാൻ വെല്ലുവിളിച്ചാ വിളിക്കുന്നത്. ഒരു സാധാരണ പ്രതികരണം ഞാൻ കൊണ്ടുവരാം. പറഞ്ഞോളൂ. ഇവിടെ എല്ലാരെയും കാര്യങ്ങള് അവര് വായിച്ചു നോക്കിയിട്ട് ചെയ്യാവുന്ന എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. ശരി, എല്ലാവർക്കും ചെയ്യുന്നുണ്ട്, പ്രയോജനപ്പെടുത്തുന്നു. ശരി, എന്താ അഭിപ്രായം? ഒരു നിമിഷം സാർ, എന്താ പ്രയോജനം നവകേരള സദസ്സ് കൊണ്ട്? പ്രയോജനമൊന്നുമില്ല. ഇല്ല, എന്താ അങ്ങനെ തോന്നാൻ കാര്യം? പരിഹാരം ഉണ്ടാവുന്നില്ലേ പ്രശ്നങ്ങൾക്ക്? ആലപ്പുഴ വന്നിട്ടില്ലല്ലോ. ആലപ്പുഴ വന്നിട്ടില്ല. വന്നിട്ട് നോക്കാം. ശരി, എന്താ അഭിപ്രായം നവകേരള സദസ്സിനെ കുറിച്ച്? നല്ല അഭിപ്രായം തന്നെ. നല്ല അഭിപ്രായം. എന്താ അങ്ങനെ തോന്നാൻ കാര്യം? എല്ലാവർക്കും നല്ല ചെയ്യുന്നുണ്ട്. നല്ലത് എന്ത് ചെയ്തു?
എല്ലാരും പറയുന്ന പോലെ എല്ലാവർക്കും നല്ല ഇതുണ്ട്. നല്ല ചെയ്യുന്നത് തോന്നലുണ്ട്. എന്താ അഭിപ്രായം? തീർച്ചയായിട്ടും നല്ല അഭിപ്രായമാണ്. നവകേരള സദസ്സ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ തോന്നലുണ്ട്. ഈ യാത്ര കഴിയുന്നതോടുകൂടി നവകേരളത്തിന്റെ ഒരു ആശയം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പൊ ഇതിനകത്ത് 3 കാര്യങ്ങളാണ് ഉള്ളത്. ഈ പ്രഭാത ഭക്ഷണ യോഗമുണ്ട്, പിന്നെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ പ്രസംഗമുണ്ട്, പിന്നെ പരാതി സ്വീകരിക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് നവകേരളത്തെ സൃഷ്ടിക്കുന്നത്? പരാതികൾ സ്വീകരിച്ചുകൊണ്ട് അതിന്റെ പരിഹാരം കാണുക എന്നുള്ളത്. പരിഹാരം കാണും. എന്താ അഭിപ്രായം? നവകേരള സദസ്സ് കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സംവിധാനമാണ്. എന്താ അങ്ങനെ തോന്നുന്ന കാര്യം? ജനങ്ങളുടെ പാവപ്പെട്ടവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് ഗവൺമെന്റ് മന്ത്രിസഭ അങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. മന്ത്രിസഭ നാട്ടിലിറങ്ങി നമ്മൾ കൊടുക്കുന്ന പരാതിക്ക് പരിഹാരം കണ്ടെത്തി നമ്മളെ അറിയിക്കുന്ന സംവിധാനമാണ് ഇത്. മുമ്പത്തെ പോലെ മേടിച്ചുകൊണ്ട് പോവുകയല്ല. നമ്മൾ ഒരു പരാതി കൊടുത്താൽ ആ പരാതിക്ക് 30 ദിവസത്തിനുള്ളിൽ പരിഹാരം കണ്ടെത്തും ഗവൺമെന്റ്. ഈ പരാതി കൊടുത്ത കാസർഗോഡ് ജില്ലയില് കാസർഗോഡ് ജില്ലയിൽ പരാതി കൊടുത്തതിന്റെ കാസർഗോഡ് ജില്ലയിലും അതുപോലെ മറ്റുള്ള ജില്ലയിൽ കാസർഗോഡ് ജില്ലയിലും മറ്റുള്ള ജില്ലയിൽ കഴിഞ്ഞപ്പം ഇതിന്റെ പരാതികൾ സ്വീകരിച്ചതിന്റെ കാര്യങ്ങൾ റിസൾട്ട് വന്നു തുടങ്ങി. എന്താണ് സോണി? ഞാൻ പറയാൻ പോയ പിന്നെ CPM കാരൻ പറഞ്ഞതേ പറയത്തുള്ളൂ. ഞാൻ ഒരു ചെറിയ കാര്യം ചോദിച്ചേ, വളരെ പ്രയാസത്തിൽ നിൽക്കുന്നു ചോദിച്ചാൽ മറ്റേ മോഡി ചേട്ടനെ ഒരു 15 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് കിട്ടിയതിനെ കുറിച്ച് അത് ഇവിടെ നിൽക്കുന്ന എത്ര പേർക്ക് കിട്ടിയത് കൈയൊക്കെ പോയോ അതൊന്ന് പറഞ്ഞു. അല്ല, ഈ മോഡിയുടെ കാര്യം ഇന്ത്യ 15 ലക്ഷത്തിന്റെ കാര്യം കാലമായി സോണി വേറെ പരിപാടികളിൽ നോക്ക്. പിന്നെ ഈ പാലത്തിന്റെ കാര്യം നിതിൻ ഗഡ്കരി വന്നു കഴിഞ്ഞാൽ നടന്നത്. പിന്നെ സുധാകരൻ സാർ ഇതിനെ പറ്റി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. കേന്ദ്രം വഹിച്ച പങ്കെന്താന്ന് സുധാകരൻ സാർ അന്നത്തെ ഈ നവകേരള സദസ്സിനെ കൊണ്ട് ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഭയങ്കര ഘോരം പറയുന്നുണ്ട്. ഒരുപാട് പേര് ഏത് ഗുണഭോക്താവിനാണ് ഇന്ന് വരെ ഒരു മീഡിയയിൽ ഒരു ഗുണഭോക്താവിനെ പോലും കാണിച്ചിട്ടില്ല. നവകേരള സദസ്സിൽ പരാതി കൊടുത്തിട്ട് ഏത് ഗുണഭോക്താവിനാണ് നിങ്ങൾ മീഡിയകളിൽ ഒരു ഗുണഭോക്താവിനെ കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ ഒരു നിസ്സാര പഞ്ചായത്ത് ഓഫീസിലോ വന്ന് തീർക്കാവുന്ന പരാതിക്ക് കെട്ടി ലക്ഷങ്ങൾ ദൂർത്തടിച്ച് എന്തിനാണ് ഇങ്ങനെ യാത്ര നടത്തുന്നത്? എന്ത് ഗുണമാണുള്ളത്? എന്താ നവകേരള സദസ്സിനെ കുറിച്ച് അഭിപ്രായം? ഭയങ്കര മോശം. ഭയങ്കര പരാതി. മോശമാണല്ലോ കാര്യം എന്താ? മോശമെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പരാതി സ്വീകരിച്ചിട്ട് അവിടെ ചവിറ്റുകൊര കൊണ്ട് ഇടിയൻ. ആര് പറഞ്ഞു? മീഡിയക്കാര് കാണിക്കുന്നുണ്ട്. ഒറ്റ കാര്യം, ഒരു പരാതി ചവറ്റുകൊട്ടയിൽ ഇട്ടതിന് തെളിവ് താങ്കളുടെ നിങ്ങളുടെ വീഡിയോ പല മാധ്യമങ്ങളിലും റിപ്പോർട്ടർ കാണിച്ചാണില്ല. രസീത് കിട്ടി കാണും. രസീത് എഴുതി കൊടുക്കാൻ എന്താണ് അരുൺ സാർ എന്താണ് രസീത് കൊടുക്കാം കൃത്യമായിട്ട് സോഷ്യൽ മീഡിയകൾ സോഷ്യൽ നവമാധ്യമങ്ങളിൽ വന്നതാണ്. നിങ്ങളാണ് വിശ്വസിക്കുന്നത്? അങ്ങനെ വാർത്ത വന്നിരുന്നു, അത് വ്യാജ വാർത്തയായിരുന്നു. ഇനി നമുക്ക് 30 സെക്കൻഡ്സ് മാത്രമേ സമയമുള്ളൂ. നവകേരള സദസ്സ് ആലപ്പുഴ പിന്നിടുന്നു. ഇനി 4 ജില്ലകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എങ്ങനെ പോകുന്നു മൊത്തത്തിൽ? കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, കേരളത്തിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത്. ആത്മവിശ്വാസത്തോടു കൂടി സർക്കാർ പോകുമ്പോൾ നവകേരള സദസ്സ് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇനിയും 4 ജില്ലകൾ പൂർത്തിയാക്കാനുണ്ട്. ആലപ്പുഴയിൽ നിന്നും പത്തനംതിട്ടയിലേക്കും കൊല്ലത്തേക്കും തിരുവനന്തപുരത്തേക്കും എത്തുമ്പോൾ നവകേരള നിർമ്മിതിയുടെ ബ്ലൂ പ്രിന്റ് ആകുമോ എന്നതാണ് നമ്മൾ കാത്തിരുന്നു കാണുന്നത്. നമുക്ക് കാത്തിരുന്നു കാണാം നവകേരള സദസ്സ് കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി കേരളത്തിന് എന്ന്. ആലപ്പുഴയിൽ നിന്നും ജനസഭ അവസാനിക്കുന്നു.